നിങ്ങൾ പുതിയ മാവാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക. നിങ്ങൾ സത്യത്തിൽ പുളിപ്പില്ലാത്തവരാണ്, കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദുഷിപ്പിന്റെയും തിന്മയുടെയും പഴയ പുളിമാവ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. അപ്പൊ ഈ പെസഹ ആചരണം നമുക്കറിയാം, പെസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. അപ്പൊ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്കറിയാം, കർത്തൃമേശ ലോർഡ് സപ്പർ എന്ന് പറയുന്നത് കർത്താവിന്റെ ബലിയുടെ സിംബോളിക് റെപ്രസെന്റേഷനാണ്. അന്ന് സിംബോളിക്കലി ഈജിപ്തില് പെസഹ കുഞ്ഞാടിന് ബലി അർപ്പിച്ചു. അപ്പൊ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ ഈജിപ്തിലെ ബലിയൊക്കെ അല്ലെങ്കിൽ പാസ് ഓവർ നിഴലായിരുന്നു യാഥാർത്ഥ്യമായിട്ടുള്ളത്. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദുഷിപ്പിന്റെയും തിന്മയുടെയും പഴയ പുളിമാവ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ആ 5:7 ഇംഗ്ലീഷോടെ ഒന്ന് വായിക്കുമോ? എടുത്താലും വായിക്കും. 5:7 First Corinthians 5:7 Therefore purge out the old leaven, that you may be a new lump, since you truly are unleavened. For indeed Christ our Passover was sacrificed. So indeed Christ our Passover is sacrificed. അപ്പൊ നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതായത് മുന്നമേ എഴുതപ്പെട്ടിട്ടുള്ളത് പണ്ടത്തെ കാര്യങ്ങളെല്ലാം വരാനിരുന്നതിന്റെ ഷാഡോ ഓഫ് ദി തിങ്സ് വിച്ച് വാസ് ടു കം. നൗ റിയലിറ്റി ഹാസ് കം. അപ്പൊ നമ്മൾ ഈ റിയലിറ്റിയുടെ ഓർമ്മയാണ് കർത്തൃമേശയിൽ ആചരിക്കുന്നത്. അപ്പൊ റിയലിറ്റിയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ റിയലിറ്റി എന്താണെന്ന് ചിന്തിച്ച് നമുക്ക്, കാരണം ഇനി നമുക്ക് എന്താ കർത്തൃമേശ ആചരിക്കാൻ പറ്റില്ലെന്ന് അറിയില്ല വീടൊന്നും. അപ്പൊ നമുക്കത് ഈ പാസ് ഓവറും അല്ലെ കർത്താവിന്റെ ക്രൂശീകരണം കൊണ്ട് നമുക്ക് ആക്ച്വലി കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് വി ആർ ടു തിങ്ക്. അപ്പോൾ ഗോയിങ് ബാക്ക് ടു എക്സോഡസ് 12 എക്സോഡസ് 12 എടുക്കുമ്പോൾ അതെടുക്കും. എക്സോഡസ് 12 ഞാൻ എൻ്റെ മലയാളം എടുക്കുന്നത്, ഇംഗ്ലീഷ് ആരെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. എക്സോഡസ് 12 അപ്പൊ അവിടെ പാസ്സോറിന്റെ കാര്യം എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളത് എന്താ പറയുന്നത്, പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെട്ടതിന്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരണം. 12:12 വായിക്കുമ്പോൾ, ഞാൻ മലയാളം വായിക്കാം. നിങ്ങൾ ഇരിക്കുന്ന വീടുകളിന്മേലുള്ള രക്തം നിങ്ങളുടെ അടയാളമായിരിക്കും. ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തുകാരെ സംഹരിക്കുമ്പോൾ വിനാശകരമായ വ്യാധി ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കും. For I will pass through the land of Egypt on that night, and will strike all the firstborn in the land of Egypt, both man and beast, and against all the gods of Egypt I will execute judgment. I am the Lord. 12:12 ആണ് വായിക്കുന്നത്. Sorry, 12:13 ആണ്. Sorry. Now the blood shall be a sign for you on the houses where you are. And when I see the blood, I will pass over you, and the plague shall not be on you to destroy you when I strike the land of Egypt. Yeah. Now the blood shall be a sign for you on the houses where you are. And when I see the blood, I will pass over you, and the plague shall not be on you to destroy you when I strike the land of Egypt. We know the plague, pestilence രണ്ടും മാറി മാറി ഉപയോഗിക്കപ്പെട്ടേക്കുന്ന വേർഡുകളാണ് ബൈബിളിൽ. അപ്പൊ ഇതില് ഒരു ട്രാൻസ്ലേഷൻ NIV ഒന്ന് വായിക്കാം. 13 വായിക്കാം. The blood will be a sign for you on the houses where you are, and when I see the blood, I will pass over you. No destructive plague will touch you. Yeah, no destructive plague will touch you. Promise of the Lord. The Almighty God in the promise ആണ്. നമ്മളത് ദൈവത്തിന്റെ വചനത്തെ ആശ്രയിച്ച് നമ്മൾ എടുത്തേ പറ്റൂ. ദൈവത്തിന്റെ വചനം അതായത് ദൈവത്തിന്റെ വൺ ഓഫ് ദി നെയിംസ് ഓഫ് ദി ലോർഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹീസ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് വേർഡ്, ഹിസ് കമാൻഡ്മെന്റ്സ്. അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ, ഇപ്പോൾ ഒരാളുടെ ഫെയ്ത്ത്ഫുൾ ആന്ന് പറഞ്ഞാൽ ആൾ പറയുന്ന കാര്യങ്ങളൂടെ ഫെയ്ത്ത്ഫുൾ. സെയിം വേ ലോർഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മൾ വായിച്ച ലെമന്റേഷൻസ് 3, ഹീസ് ഫെയ്ത്ത്ഫുൾ, ഗ്രേറ്റ് ഈസ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. അപ്പൊ ഇതിലൊരു കാര്യം പറഞ്ഞേക്കും, ഈ ബ്ലഡ് കാണുന്നിടത്ത് ഡിസ്ട്രക്റ്റീവ് പ്ലേഗ് വരില്ല. ഇറ്റ്സ് എ വെരി സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീടിന്റെ എല്ലാം
കട്ടിലയിൽ ഇത് സിംബോളിക്കാ. ഇതിന്റെ യാഥാർത്ഥ്യം ഇതല്ല. യാഥാർത്ഥ്യം ബ്ലഡ് തേക്കുന്നതല്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരയാകും. യാഥാർത്ഥ്യമായത് വന്നു. ഇന്ന് കട്ടിലക്കാലിൽ ബ്ലഡ് തേക്കുന്നതോ ഇതൊന്നുമല്ല. ഇന്ന് നമ്മൾ അതിന്റെ ഓർമ്മ ആചരിക്കുന്നു. ഇന്ന് ആക്ച്വൽ ആയിട്ടുള്ളത് നടന്നുപോയി. വി ആർ റിമെമ്പറിങ് ബിക്കോസ് വി ആർ ആസ്ക്ഡ് ടു റിമെമ്പർ. അപ്പൊ ഇതില് ഈ കർത്താവിന്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് എഴുതിയേക്കുന്നത് ഈ ഹബക്കൂക്ക് 3:5 എടുക്കുമ്പോൾ കർത്താവ് ആരാണ്, അല്ലെ കർത്താവിന്റെ 3:3 തുടങ്ങി വായിക്കണം. ഞാൻ മലയാളം വായിക്കാം, ഇംഗ്ലീഷ് രണ്ടും കൂടെ വായിക്കാൻ എനിക്ക് എടുക്കാൻ സമയം കിട്ടില്ല. ഹബക്കൂക്ക് 3:3 തുടങ്ങി വായിക്കുമ്പോൾ അത് സത്യവദോസം എടുത്ത് ഞാൻ വായിച്ചു. പിന്നെ വായിക്കും സത്യവദോസം. ഹബക്കൂക്ക് 3:3. ദൈവം തേമാനിൽ നിന്ന് വരുന്നു. ഞാൻ സത്യവദോസാണ്. സത്യവദോസാണ്. ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ സ്തുതിയാൽ ഭൂമി നടന്നിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭവും ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു. ചോരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു. അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു. ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. പുരാതന വീഴുന്നു. അപ്പൊ ഇത് ദൈവത്തെ കുറിച്ച് ഭയങ്കര ഒരു ഫിയർഫുൾ വേർഡുകളാണ്. നമ്മൾ നടുങ്ങുന്ന വേർഡുകളാണ്. അതായത് ദൈവം തേമാനിൽ നിന്ന് വരുന്നു. പരിശുദ്ധനായവൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. അവന്റെ മഹത്വം ആകാശത്തെ മൂടുന്നു. ഭൂമിയിൽ അവനുള്ള സ്തുതി നിറയുന്നു. അസേം വേർഡ് ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റുന്നു. His glory covered the heavens, and the earth was full of his praise. Yeah. His brightness was like the light he had raised. ദൈവം പ്രകാശമാണ്. His brightness is filling the earth, and the earth is filled with his praise. നാലാം സെന്റൻസ്, അവന്റെ തേജസ് പ്രകാശം പോലെയാണ്. അവന്റെ കയ്യിൽ നിന്ന് പ്രകാശരശ്മികൾ പുറപ്പെടുന്നു. അവിടെയാണ് അവൻ തന്റെ ശക്തി മറച്ചിരിക്കുന്നത്. അതാണ് വായിച്ചു ഫോർത്ത്. His brightness was like the light he had raised flashing from his hand, and there his power was given. Then അഞ്ചാം സെന്റൻസ്, that's what I want to tell you. മഹാമാരി അവന്റെ മുമ്പേ നീങ്ങുന്നു. മഹാബാധ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. അത് ഇംഗ്ലീഷിൽ വായിച്ചു. Before him went pestilence, and fever followed at his heels. അത് NASB എന്ന് വായിക്കും. NASB. Before him goes pestilence, and plague comes after him. See, before him pestilence, plague comes after him. So, ഈ മഹത്വപൂർണ്ണമായിട്ടുള്ള ദൈവം ട്രാവൽ അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തേമാനിൽ വരുന്നു. അവന്റെ മഹത്വത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവന്റെ പ്രൈസിനാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവന്റെ കരത്തിൽ നിന്ന് പ്രകാശരശ്മികൾ പോകുന്നു. Pestilence went before and after. Pestilence and plague almost same. പക്ഷെ രണ്ട് വേർഡുകളാണ് ഹീബ്രുവിലും ഗ്രീക്കിലും. അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാണെങ്കിൽ ഈ പ്ലേഗ് എന്ന് പൊതുവെ രോഗങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവം നിലച്ചത്, ഇഫ് യു ആർ ഗോയിങ് ടു ഓൾഡ് കിങ് ജെയിംസ് വേർഷൻ, പ്ലേഗിൽ നമ്മൾ സ്വതന്ത്രമായെന്ന് എഴുതിയത്. സോ ഇറ്റ്സ് എ യു ക്യാൻ സേ ഇറ്റ്സ് എ ജനറലി സ്പീക്കിംഗ് ഇറ്റ്സ് എ ഡിസീസ്. ബട്ട് പെസ്റ്റിലൻസ് ഈസ് ഡിഫറെൻറ്റ്. പെസ്റ്റിലൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു മുന്നറിയിപ്പും കൂടാതെ ആരോ വരുന്ന പോലെ വരും, വെടിയുണ്ട വരുന്ന പോലെ വരും, അത് ഡിസപ്പിയർ ചെയ്യും. ദാറ്റ് ഈസ് പെസ്റ്റിലൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാണ് പെസ്റ്റിലൻസും പ്ലേഗും ദൈവത്തിന്റെ മുമ്പിലും പിമ്പിലും ഉണ്ട്. അത് ദൈവത്തോട് കൂടെ സഞ്ചരിക്കുന്നു പറയുമ്പോൾ അതിനൊരു രോഗാണുമായിട്ട് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം വേറൊരു സ്ഥലത്ത് പറയുന്നു, ജോബി പറയുന്നു, അവന്റെ കയ്യിൽ അവന്റെ അമ്പാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയും? അമ്പെന്ന് പറഞ്ഞാൽ അറിയാലോ, അമ്പ് ചെയ്യാന്ന് പറഞ്ഞു. അമ്പെന്ന് കർത്താവിന്റെ അമ്പെന്ന് വേറൊരു എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ? ജോബ് 32-36 36 ആയിരിക്കും, അല്ലെങ്കിൽ 32 അല്ല 36 അതിന്റെ 32 എന്ന് വായിച്ചു. അവൻ മിന്നൽ പിടർ കൊണ്ട് തന്റെ കരങ്ങളെ പൊതിയുന്നു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ പതിക്കാൻ അതിനെ നിയോഗിക്കുന്നു. ഓക്കെ, മതി. അത് ജോബി തന്നെ ആരോ അമ്പെന്ന് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. 36-32. He covers his hand with lightning,
and commands it to strike. Yeah. അപ്പൊ ഇതില് എക്സാക്ട്ലി ഞാൻ പറഞ്ഞില്ല, ഇറ്റ് ഈസ് റിട്ടൺ. അതായത് ദൈവത്തിന്റെ അമ്പെന്ന് എഴുതിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച്, ലൈറ്റനിങ്ങിനെ കുറിച്ച്. ലൈറ്റനിങ് അങ്ങനെയല്ലേ, നമ്മള് അമ്പ അങ്ങനെയല്ലേ എഴുതു. സോ ഈ പെസ്റ്റിലൻസ് ആൻഡ് പ്ലേഗ് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ആയുധങ്ങളായിട്ട് അവിടെ എഴുതിയേക്കുന്നത്. പെസ്റ്റിലൻസ് ആൻഡ് പ്ലേഗ്. പെസ്റ്റിലൻസ് അവന്റെ മുമ്പിൽ പോകുന്നു, പ്ലേഗ് അവന്റെ പുറകെ പോകുന്നു, ലൈറ്റ്നിങ് അവന്റെ ആരമാണ്, അമ്പാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്, ഈ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ആ രക്തം കാണുന്നിടത്ത് ഈ പ്ലേഗ് കടന്നു വരത്തില്ല. ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോ നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടാൻ പറ്റാത്തതിന്റെ ഒക്കെ റീസൺ പ്ലേഗ് ആൻഡ് പെസ്റ്റിലൻസാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നോക്ക്, ഈജിപ്തില് മുഴുവൻ പ്ലേഗും പെസ്റ്റിലൻസും ആയിരുന്നു. പക്ഷെ ഇസ്രായേൽക്കാർക്ക് അത് ബാധിച്ചില്ല. നോ, കാരണം ഹി വാസ് ഇൻ ചാർജ് ഓഫ് എവറിത്തിങ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് still if you are fearing about the pestilence and plague, it is because we are not trusting in the Lord. Only 1 John 5 വായിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞത്? അല്ല, ബീന എടുത്ത് നോക്കി 1 John 5 അതിന്റെ 10 വായിക്കും. 5:10. അതെ, 10 സത്യവേദോസ്തം കൂടി ഒന്ന് വെച്ചു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാതിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. അതെ, നമുക്ക് കർത്താവ് പറഞ്ഞു, ഈ രക്തം കാണുന്നിടത്ത് പ്ലേഗ് വരില്ല, പ്ലേഗ് വരാതെ ഞാൻ സംരക്ഷിക്കും. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയാറില്ലേ, അതിപ്പോ വാചകം അടിക്കുന്നുള്ളൂ, കാര്യമൊന്നുമില്ല. Even though we are not uttering the same words, we are by our life, we are proclaiming that God is a liar. We cannot trust him. But Bible says he is trustworthy. One of the names of the Lord is he is faithful. That is my question. വേറൊരു കാര്യം ചോദിക്കാനായത് പറഞ്ഞു, കുഞ്ഞാടിന്റെ രക്തം ഉള്ളിടത്ത് പ്ലേഗ് വരില്ല, ബാധ വരില്ല, അങ്ങനെയാണല്ലോ എഴുതിയേക്കുന്നത്. ആൻഡ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ആക്ച്വല, സിംബോളിക് അല്ല. ബട്ട് നമ്മൾ ലോർഡ് സപ്പറിനെ കുറിച്ച് ചിന്തിക്കുന്നത്, കൊറിന്ത് സഭയിലുള്ളവരുടെ മേലെ പ്ലേഗ് വന്നു, രോഗം വന്നു, അവർ മരിച്ചു. കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ഇക്കരെ കിടന്ന ഈ ഇസ്രായേൽക്കാര് പിന്നീട് പ്ലേഗ് മുഖാന്തരം മരിച്ചു. സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു തിങ്ക്. അതാണ് അതിൽ സീരിയസ് കാര്യം. നമ്മളെല്ലാവരും കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ആ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെട്ടവരാ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാ. ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദാറ്റ് ദി പ്ലേഗ് വിൽ നോട്ട് കം അഗെയിൻ. That's what we have to fear about it. ബീന സംശയമുണ്ടോ? ഈ കുഞ്ഞാടിന്റെ രക്തം തെളിച്ച് ചെങ്കടലിൽ കടന്നു വന്നവർ പിന്നീട് പ്ലേഗിൽ മരിച്ചിട്ടുണ്ട്. ഐ എം കമ്മിങ് ടു ദാറ്റ്. ദെൻ കുഞ്ഞാടിന്റെ രക്തം തെളിച്ച് രക്ഷിക്കപ്പെട്ടവരായിരുന്നു കൊറിന്ത് സഭയിലുള്ളവർ, അവർ പ്ലേഗിൽ മരിച്ചു. അല്ലെങ്കിൽ രോഗം, ബലഹീനത, മരണം. രോഗം ഈസ് ഓൾസോ പ്ലേഗ്. ഈ ഓൾഡ് കിങ്സ് വെർഷനിൽ രക്തസ്രാവക്കാരി പ്ലേഗിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് എഴുതി. സോ ഇഫ് യു വാണ്ട് ഐ ക്യാൻ റീഡ് മാർക്ക് ചാപ്റ്റർ 5. കാരണം അത് നമ്മളൊന്ന് അറിയണം. കാരണം നമ്മൾ ഇനി വെൻ വി ആർ മീറ്റിംഗ് ടുഗദർ വി ഡോണ്ട് നോ. അല്ല, ഞാൻ പറഞ്ഞത് ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. 5 അത് വായിക്കോ. മാർക്ക് 5:29 ഒന്ന് വായിക്കും. മാർക്ക് 5:29. Mark 5:29. അതെ, അത് വേറെയുള്ള ട്രാൻസ്ലേഷൻകാരൊക്കെ ബാധ എന്നുള്ളത് മാറ്റി പറഞ്ഞു. ഇംഗ്ലീഷില് ഈ ഓൾഡ് കിങ്സ് വേർഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് സ്ട്രേറ്റ് അവേ ദി ഫൗണ്ടൻ ഓഫ് ഹെർ ബ്ലഡ് വാസ് ഡ്രൈഡ് അപ്പ് ആൻഡ് ഷീ ഫെൽറ്റ് ഇൻ ഹെർ ബോഡി ദാറ്റ് ഷീ വാസ് ഹീൽഡ് ഓഫ് ദാറ്റ് പ്ലേഗ്. She was healed of that plague. That means, again, one more consolation. Jesus can heal your plague. Even if there is a plague, he can heal. അപ്പൊ നമ്മള് ഇതൊന്നുകൂടെ ഞാനത് റിമൈൻഡ് ചെയ്യുക. അവര് കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരം പ്ലേഗിൽ നിന്ന് രക്ഷപ്പെട്ടവരാ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരയാഗത്തിൽ വിശ്വസിച്ച് അതിൽ നിന്ന് മോചനം പ്രാപിച്ചിരുന്നവരാ കൊറിന്ത് സഭയിലുള്ളവരെല്ലാം. സ്റ്റിൽ അവർ മരിച്ചു, പ്ലേഗ് പിടിച്ചു, അല്ലെങ്കിൽ അവർ പ്ലേഗ് അവർ സംഭരിച്ചു. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞാടിന്റെ രക്തം തളിച്ചതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർപെച്വൽ പ്രൊട്ടക്ഷൻ. So perpetual protection comes in continued
trusting in the blood of the Lamb. And നമ്മളത് വായിക്കുമ്പോൾ ഗോയിങ് ടു എക്സോഡസ് 12 അത് നമുക്കിത് ലോകത്തെ നടുക്കുന്ന ഒരു കാര്യം, പക്ഷെ നമ്മൾ നടുങ്ങാൻ പാടില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ടെന്നാ ധൈര്യമുണ്ട്. കാരണം ഈ ലോകത്തിന്റെ മേൽ നമുക്കുള്ള വിജയമോ അതുകൊണ്ട് വിശ്വാസം. അപ്പൊ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരും ഫെയിൽഡ് ആയിട്ടിരിക്കുക, പേടിച്ചിരിക്കുക, വിറച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മേൽ നമുക്കുള്ള വിജയം കർത്താവിലുള്ള വിശ്വാസം. കർത്താവിലുള്ള വിശ്വാസത്താല് വി ആർ ടു ഓവർകം എവറിത്തിങ്. എക്സോഡസ് 12 വരുമ്പോ അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ സംഭവങ്ങൾ അറിയാലോ, അത് ഫലങ്ങൾ എടുക്കാതെ ഈ കുഞ്ഞാലിന്റെ രക്തം തളിച്ച് ചെങ്കടൽ കടക്കുന്നത് എന്തിന്റെ നിഴലാണ്? സ്നാനത്തിന്റെ നിഴലാണ്. ദെൻ വി ആർ ഓൾ ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, അല്ലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിന്റെ ഒരു നിഴലായിരുന്നു. അവര് മേഘത്തിന് കീഴിൽ സ്നാപനേറ്റു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മുടെ എല്ലാം ഉള്ളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാസമുണ്ട്. നോ ഡൗട്ട്, വി നോ. ദെൻ ഇനി വന്ന് നമ്മൾ ആദ്യം കാണുന്ന അവര് ഹോറബിൽ നിന്ന് പോന്ന് കാദേശ് ബർണയിലെത്തി. അവിടെ നിന്നാണ് അവരെ ചാരപ്രവർത്തനത്തിന് വിട്ടത് ആണല്ലോ. ഞാൻ എല്ലാ സ്ഥലങ്ങളും എടുക്കുന്നില്ല, ഞാൻ കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്പേഴ്സ് 14 അവര് സ്പൈ വർക്കിന് പോയി തിരികെ വന്ന് എന്ത് ന്യൂസ് കൊണ്ടുപോകും? ദുർവാർത്തകൾ കൊണ്ടുവന്നു. ജോഷുവയും കാലേബും ഒഴികെയുള്ളവരെല്ലാം ദുർവാർത്ത കൊണ്ടുവന്നു. ഈവൻ ആ 12 പേരിൽ ജോഷുവയും കാലേബും ഒഴികെയുള്ളവരും പിന്നീടുള്ളവരും എങ്ങനെ മരിച്ചെന്നാ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി, ഫുള്ള് വായിക്കണ്ട. നമ്പേഴ്സ് 14. കാരണം ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ചിങ്, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മളെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പ്രത്യേക ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ട്. ദാറ്റ്സ് വാട്ട് വി ആർ തിങ്കിങ്, ഹൗ വി ക്യാൻ ലീവ് ബൈ ദി വേർഡ്. ഈ 14 അതിന്റെ 36 തുടങ്ങി വായിക്കുമ്പോൾ 14:36 ദേശപരിശോധനയ്ക്ക് മോശ അയച്ചവരും മടങ്ങി വന്നപ്പോൾ ആ ദേശത്തെ പറ്റി മോശമായ വിവരം നൽകി മോശയ്ക്കെതിരെ സമൂഹത്തിലുടനീളം പിറുപിറുപ്പ് ഉളവാക്കിയവരുമായ പുരുഷന്മാർ മഹാബാധ മൂലം മരിച്ചു. രഹസ്യമായി ദേശപരിശോധനയ്ക്ക് പോയവരിൽ നൂനിന്റെ പുത്രൻ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മാത്രം ജീവനോടെ ഇരുന്നു. അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കും, 36-38. Now the men whom Moses sent to spy out the land, who returned and made all the congregation complain against him by bringing a bad report of the land, those very men who brought the evil report about the land died by the plague before the Lord. ഇവർ കുഞ്ഞാടിന്റെ രക്തം, ഇത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് കാര്യം. കാര്യം ഈജിപ്തിലെ കുഞ്ഞാടിന്റെ രക്ത പ്രതിഭാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ദാറ്റ് ചാപ്റ്റർ ഈസ് ഓവർ. ബട്ട് ഈ രക്ഷപ്പെട്ടു വന്നവര് ഇവിടെ ആ വേർഡ് they died of a plague. നമ്മളിപ്പോ പ്ലേഗ് ഉള്ള ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. COVID-19 is a plague or pestilence. The same word is translated, പ്ലേഗ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പെസ്റ്റിലൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്ലേഗിന് പ്രത്യേക വേർഡും ഉണ്ട്. പ്ലേഗ് എന്നുള്ളത് ഗ്രീക്കാ, പ്ലേഗ് എന്ന് തന്നെ വേർഡ്. അപ്പൊ ഇതില് മൈ ക്വസ്റ്റ്യൻ, why these 10 people died? അവർ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ഒരു ബാധയിൽ നിന്ന്, ഒരു പെസ്റ്റിലൻസിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരാ. Again they died. Why? Exactly. So if you are not trusting, we may be affected by plague. The COVID-19 attack us. If we cannot trust the Lord, His words, and അപ്പൊ ഇത് അവിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിലുള്ള അവിശ്വാസമായിരുന്നു? അതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ അവർ അവിശ്വസിച്ച്? ദൈവത്തിൽ അവർക്കൊരു അവിശ്വാസം ഇല്ല. നോ, ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ചില്ല. ദൈവത്തിൽ അവർക്കൊരു അവിശ്വാസം ഇല്ല. കായന് അവിശ്വാസം ഇല്ല, ആബേലിന് അവിശ്വാസം ഇല്ല, കോറഹിന് അവിശ്വാസം ഇല്ല, മോശയ്ക്ക് അവിശ്വാസം ഇല്ല. ഇവർക്ക് ആർക്കും ദൈവത്തിൽ ഒരു അവിശ്വാസം ഇല്ല. അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരോ വേറൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരോ അല്ല. ബട്ട് they died because they failed to believe the promise. പ്രോമിസ് എന്തായിരുന്നു? കാനാനിൽ കയറ്റുന്ന, ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുന്നു മാത്രമല്ല, കാനാൻ നിങ്ങൾക്ക് അവകാശമായി തരും. അവിടെയുള്ളവൻ രാക്ഷസനാകട്ടെ, അവിടെയുള്ളവൻ ആരും ആകട്ടെ, കാരണം ദൈവത്തെക്കാൾ വലിയവനായിട്ട് ആരുമില്ല, ദൈവത്തിന് ഇമ്പോസിബിൾ ആയിട്ട് ആരുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കോവിഡോ സ്മോൾ പോക്സോ HN1 എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ,
പെസ്റ്റിലൻസ് ഈസ് ഗോയിങ് ബിഫോർ പ്ലേഗ്. പ്ലേഗും പെസ്റ്റിലൻസും കർത്താവിൻ്റെ കൂടെയുള്ള സാധനം. കർത്താവ് കൽപ്പിക്കാതെ ഒരു പ്ലേഗും പെസ്റ്റിലൻസും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇഫ് യു ആർ ഫെയിലിംഗ് ടു ബിലീവ് ദി പ്രോമിസസ് ഓഫ് ദി ലോർഡ്, യു ആർ പ്രോൺ ടു സൈറ്റനിക് അറ്റാക്ക്. പിശാചിന്റെ അറ്റാക്കുകളിൽ പെട്ട കാര്യങ്ങൾ ഇതൊക്കെ, രോഗങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ 2 Corinthians 1:20 വായിക്കുമ്പോൾ, കാരണം ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ലൈറ്റായിട്ടോ സിമ്പിളായിട്ടോ അല്ലെങ്കിൽ അത് സീരിയസ് അല്ലാതെ എടുത്താൽ ഇത് ഓടിയെത്തിക്കാൻ പറ്റത്തില്ല. നോ, യു കനോട്ട്. 2 Corinthians 1:20 വായിക്കുമ്പോൾ, ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കുമുള്ള അതേ എന്ന ഉത്തരം അവനിലാണ്. അതുകൊണ്ടാണ് നാം അവനിലൂടെ ദൈവമഹത്വത്തിന് ആമേൻ പറയുന്നത്. അതെ, അതായത് ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും A to Z, ആൽഫ ടു ഒമേഗ ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മളിങ്ങനെ പറയാറില്ലേ, ആൾക്കാർ പറയാറുണ്ട്, അവിശ്വാസത്തിന് പറയാറുണ്ട്, നോയും ദൈവത്തിൽ നിന്നുള്ളൊരു ഉത്തരമാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ? കുറെ പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ നോയും ദൈവത്തിൽ നിന്നൊരു ഉത്തരം വരാണ്ട്, അപ്പൊ പ്രശ്നം എല്ലാം തീർന്നു. നോ എന്നൊരു ഉത്തരം ദൈവത്തിൽ നിന്നില്ല. ഉണ്ടോ? പ്രൊവൈഡഡ് there should be a promise, and definitely for all the promises, definitely there will be sometimes a set of conditions or a condition. ഒരു കണ്ടീഷൻ ഇല്ലാത്ത ഒരു പ്രോമിസും ഇല്ല. If you are fulfilling the promise, no condition, then God is faithful. No illa ദൈവത്തിന്. If you are going to 1 John 5:13 വായിക്കുക, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയത്. ദൈവഹിതം അനുസരിച്ച് നാം എന്ത് ആവശ്യപ്പെട്ടാലും അവനത് കേൾക്കും എന്നതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. അതെ, അടുത്ത സെന്റൻസ്. നാം ചോദിക്കുന്നതെല്ലാം അവൻ തരും എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നാം അപേക്ഷിക്കുന്നതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അതെ, see, that is the real faith. അതായത് ദൈവഹിതം അനുസരിച്ച് നാം എന്താവശ്യപ്പെട്ടാലും അവൻ അത് കേൾക്കും എന്നുള്ളതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. ഈ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? അത് 15ാം സെന്റൻസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ലോട്ടറി എടുത്തിട്ട് ഞാൻ വിശ്വസിക്കുക കർത്താവ് എനിക്ക് തരും, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഇവിടെ ആൾക്കാരൊക്കെ ഒരു സ്ഥലത്തിന് പോയി നിന്നുകൊണ്ട് ഈ സ്ഥലം എനിക്ക് തരണേന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പരിപാടിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ദൈവഹിതം അനുസരിച്ച്, ഓർ അക്കോർഡിംഗ് ടു റിട്ടൺ പ്രോമിസ്. ദൈവഹിതം അനുസരിച്ച് നാം എന്താവശ്യപ്പെട്ടാലും അവൻ അത് ഈ ഉറപ്പുണ്ടോന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെ? അത് 15ാം സെന്റൻസ്. എങ്ങനെയാ ഏബിൾ? കിട്ടിക്കഴിഞ്ഞ് വിശ്വസിച്ചല്ല. സോ യുവർ ലൈഫ് വിൽ സേ വെദർ യു ബിലീവ് ഇറ്റ്. ഇപ്പൊ നമുക്ക് കുഞ്ഞാടിന്റെ രക്തത്താൽ പ്ലേഗിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്, പെസ്റ്റിലൻസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്, പ്രൊവൈഡഡ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഈ പ്ലേഗ് പിടിച്ച സ്ഥലങ്ങൾ നമ്മൾ സി, അവിടെ പ്ലേഗ് പിടിക്കാൻ കാരണം കർത്താവിന്റെ വാഗ്ദത്തം വിശ്വസിച്ചില്ല. നമുക്കിവിടെ വാഗ്ദത്തം ഉണ്ട്, കുഞ്ഞാടിന്റെ രക്തം കവേർഡായിരിക്കുന്നത് പെസ്റ്റിലൻസും പ്ലേഗും കയറില്ല എന്ന് വാഗ്ദത്തമുണ്ട്. ഇത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് കൈ കഴിയേണ്ടെന്നോ ഗവൺമെന്റ് പറയുന്ന അനുസരിക്കേണ്ടെന്നൊന്നുമല്ല. സോഷ്യൽ ഗ്യാതറിങ് 2 പേര് കൂടുതലും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റ് ചെയ്യത്തില്ല. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? മസ്റ്റ് ബി ഫ്രീ ഫ്രം ഓൾ ഫിയർ. അപ്പൊ നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള തെളിവെന്താ? അല്ല, നമുക്ക് ഇത് എനിക്കും പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നാ വിശ്വസിക്കുന്നെങ്കിൽ നമ്മളത് വിശ്വസിച്ചിട്ടില്ല. നമുക്ക് ഇന്നും അത് പേടിയാണ്. ശരി, ഇവിടെ ചില ഈ യൂട്യൂബിലോ ഒക്കെ അവിടെയൊക്കെ ഞാൻ കണ്ടു, കൈ കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ്. കൈ നീട്ടി തൊട്ടാ ഇത് കയറി പിടിക്കുമല്ലോ എന്ന് കരുതി വലിച്ചു. സോ യു കനോട്ട് ലീവ് ഇൻ ആൻ ഇമ്മ്യൂൺ വേൾഡ്. We are surrounded with viruses and bacteria, and the world is full of germs. Why we are not getting it is because our Lord is protective. ജോബിനോട് പിശാച് പറയുന്നുണ്ട്, ജോബിനോടല്ല ദൈവത്തോട് പിശാച് പറയുന്നുണ്ട് ജോബിനെ കുറിച്ച്. അവൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് അടുക്കുന്നത്? നീ അവന് ചുറ്റും ഒരു ജോബ് 1:10 ആണ് വായിക്കാം. അയാൾക്ക് ചുറ്റും അയാളുടെ വീടിനും അയാൾക്കുള്ള എല്ലാത്തിനും ചുറ്റും നീ വേലി കെട്ടിയിരിക്കുകയല്ലേ? അതെ, മതി. പിശാച് പറയുന്നത്, പിശാചിന്റെ സ്റ്റേറ്റ്മെന്റ്. പിശാച് ജോബിന്റെ വീട്ടിൽ കയറാൻ നോക്കുമ്പോ ഒരു രക്ഷയില്ല, ചുറ്റും വേലിയാ. വേറൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നില്ലേ, പട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ പോലെ നീ അവന് ചുറ്റും. വേറൊരു സ്ഥലത്ത് നീ അവന് ചുറ്റും അഗ്നിവലയം സൃഷ്ടിച്ചിരിക്കുന്നു. അതോടെ വായിക്കുന്നല്ല,
31 verse 5-ല് ഐസസ് 31:5 എന്ന് വായിക്കാം. വായിച്ചു. വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ കാത്തു സൂക്ഷിക്കും. അതെ, അവൻ അതിനെ കാത്തു രക്ഷിക്കും, മോചിപ്പിച്ച് രക്ഷിക്കും. അതെ, വട്ടമിട്ട് അത് ഇംഗ്ലീഷിലൂടെ വായിക്കാം. Like birds flying about, so will the Lord of hosts defend Jerusalem. Defending, he will also deliver it. Passing over, he will preserve it. അതെ, then സക്കറിയ 2:5 ഒന്ന് വായിക്കാം. ഇംഗ്ലീഷ് മലയാളം വായിക്കണം. ഞാൻ അവൾക്ക് ചുറ്റും ഒരു തീ മതിലായിരിക്കും, അവളുടെ മധ്യത്തിലുള്ള മഹത്വം ഞാനായിരിക്കും. കർത്താവാണ് ഇതറിവ് ചെയ്യുന്നത്. 2:5 ഇംഗ്ലീഷോടെ വായിച്ചു. For I, says the Lord, will be a wall of fire all around her. Wall of fire. See, wall of fire എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഒന്നിനും കയറാൻ പറ്റില്ല. ഒരു ബാക്ടീരിയയും കയറ്റാൻ പറ്റില്ല, ഒരു വൈറസിനും കയറാൻ പറ്റത്തില്ല. wall of ഫയറിനെ അതിജീവിക്കാൻ ഒന്നിനും പറ്റത്തില്ല. സോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിടെ പിശാച് പറഞ്ഞ് അതിന് ചുറ്റും മതിൽ കെട്ടിയേക്കുവാൻ ഇറ്റ് ക്യാൻ ബി എ wall of fire, ഇറ്റ് ക്യാൻ ബി എ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയെ പോലെ കർത്താവിന്റെ സംരക്ഷണമുണ്ട്. ഞാൻ again I want to repeat, still if we have a fear, we are not trusting the Lord. കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാത്തവർക്ക് പെസ്റ്റിലൻസ് പിടിച്ചു. ദാറ്റ്സ് വാട്ട് നമ്പേഴ്സ് 14. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞാടിന്റെ രക്തം തളിച്ചതുകൊണ്ട് ദാറ്റ്സ് നോട്ട് എ പെർപെച്വൽ പ്രൊട്ടക്ഷൻ. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അവിടെ 14:33 വായിക്കുമ്പോൾ നമ്പേഴ്സ് 14:33 അത് ഈ ഓശാനെന്ന് വായിക്കും. നിങ്ങളുടെ മക്കൾ 40 വത്സരം മരുഭൂമിയിൽ ഇടയന്മാരായിരിക്കും. നിങ്ങളിൽ അവസാനത്തെ വ്യക്തിയുടെ ശവം ഈ മരുഭൂമി വീഴുന്നത് വരെ അവർ നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. If you are not trusting, there is a punishment. നമ്മൾ പൊതുവെ വിശ്വാസത്തെ ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട് ആയിട്ട് എടുക്കുന്നത്. നോ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. ദാറ്റ് ഈസ് വെയർ യു ആർ. അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്നത് വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് അവർ ക്വാളിറ്റി. അപ്പൊ നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുണ്ട് അതിന്റെ പിന്നാലെ? എന്തുണ്ട്? ശിക്ഷയുണ്ട്. കാരണം അവിടെ പറയുന്നത് നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇവിടെ നമ്മൾ കണ്ട ഈ 10 പേരെ അനുഭവിച്ചത് അവിശ്വാസത്തിന്റെ ശിക്ഷയാണ്. ഈ പ്ലേഗ് പിടിച്ചവർ മരിച്ചു. ഇത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന കാര്യം നോക്കി നമ്മളെ ബുദ്ധി ഉപദേശിക്കാൻ, നമുക്ക് പ്രത്യാശ ഉണ്ടാക്കാൻ, നമുക്ക് എന്തുണ്ടാക്കാൻ വേണ്ടി ഇത് എഴുതിയേക്കുന്നത്? എന്തുണ്ടാക്കാൻ? അത് ഒക്കെ ഉണ്ട്. ബട്ട് ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഇതിനു വേണ്ടിയാണ് എഴുതിയേക്കുന്ന ഒരു സ്ഥലമുണ്ട്. ദാറ്റ് വി ഷുഡ് നോ. ഈ എഴുതിയേക്കുന്നതെല്ലാം ഇന്നതിന് വേണ്ടിയാണ്. അല്ല, ഇതെല്ലാം കറക്റ്റാ. ഞാനീ പറഞ്ഞ ഇനിയിപ്പോ ഞാൻ പറഞ്ഞാലും പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് റോമൻസ് 15:4 വായിക്കുമ്പോൾ മുന്നമേ എഴുതിയെന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. വായിക്കോ 15:4 മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം ഈ എഴുതിയേക്കുന്നത് നമ്പേഴ്സ് 14 മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം എഴുതിയത് നമ്മെ പ്രബോധിപ്പിക്കാനാണ്. ഒന്ന് ലേൺ, നമ്മൾ മനസ്സിലാക്കി അവിടെ അവിശ്വാസം വന്നപ്പോൾ ദൈവം പ്ലേഗ് അയച്ചു. അത് പ്രബോധനം അതിൽ നിന്ന് കിട്ടി. ഇനി സ്ഥിരതയാലും വിശുദ്ധ ലിഖിതത്തിൽ നിന്നുള്ള പ്രചോദനത്താൽ നമ്മിൽ പ്രത്യാശ ഉളവാക്കാനാണ്. ഇംഗ്ലീഷിലാണ് ഹോപ്പ് എന്ന് വായിച്ചത്. For whatever things were written before were written for our learning. It is written for, first of all, learning. നമ്മൾ ലേൺ ചെയ്തു. Learning. That we through the patience and comfort of the scriptures might have hope. അതായത് നമ്മൾ ലേൺ ചെയ്തത് അവർ അവിശ്വസിച്ചപ്പോൾ ദൈവം പെസ്റ്റിലൻസ് കൊടുക്കുന്നുള്ള ലേൺ ചെയ്ത്. ഇനി ഹോപ്പ് വരുന്നത് നമ്മൾ വിശ്വസിച്ചാൽ ഇത് വരില്ല എന്നുള്ള ഹോപ്പ് അല്ലേ? ഹോപ്പ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് ദൈവത്തെ അവിശ്വാസി അല്ല അസത്യവാദി ആക്കരുത്. സ്റ്റിൽ നോക്ക്, ഇപ്പോ ആ ഒരു ലഗ്യോനല്ല വേറെ ലഗ്യം ബാധിച്ചപ്പോഴേക്കാണല്ല ലഗ്യോനല്ല വേറെ ആ ഒരു ഭൂതഗ്രസ്ത ഒരു കുഞ്ഞിന്റെ ഭൂതം ഇറക്കാൻ പറ്റാതെ വന്നപ്പോ അപ്പൊ അപ്പസ്തോലന്മാര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവനെ ഞങ്ങൾക്ക് ആ കേസില്. അപ്പോൾ
അപ്പം വന്നിട്ട് പറയുന്നത്, നിനക്ക് കഴിയുമെങ്കിൽ ഈ എൻ്റെ കുഞ്ഞിനെ ഹീൽ ചെയ്യണം. അത് കഴിയുമെങ്കിലെന്നോ. അപ്പൊ ആ അപ്പം പറയുന്ന കാര്യമാണ്, അതായത് വിശ്വസിക്കുന്ന കർത്താവ്, പക്ഷെ ഇത് ഇഫ് മൈ ഫെയ്ത്ത് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ബി കമ്പാഷനേറ്റ്. അല്ല, ഇല്ലാത്ത വിശ്വാസം നമ്മളുണ്ടെന്ന് പറയരുത്. നോ, വെച്ചിട്ടില്ല അത്. അതായത് വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമെന്ന് കർത്താവ് പറയുമ്പോൾ അപ്പം പറയാണ്, വിശ്വാസം ഉണ്ട് എനിക്ക്, പക്ഷെ ഐ ഡോണ്ട് നോ മൈ ഫെയ്ത്ത് ഈസ് സഫിഷ്യൻറ്റ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? മാർക്ക് ചാപ്റ്റർ 5. കാരണം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വന്നാലും നമുക്ക് മാലയിൽ ക്ഷയിക്കാൻ തരുമ്പോൾ, അല്ലെങ്കിൽ ഉൾവർത്തിലെ ട്രോളിയെ പിടിച്ചിട്ട് ഇറങ്ങുമ്പോൾ കയ്യിൽ കുറെ വൈറസ് കയറി പോന്നിട്ടുണ്ടോ എന്നൊരു പേടി. സി, വൈറസ് തന്നെ നടക്കട്ടെ, ലെറ്റ് ഹിം ലീവ്. മാർക്ക് 5 വായിക്കട്ടെ. മാർക്കോസ് 5, മാർക്ക് 5 അല്ലെങ്കിൽ മാർക്ക് 5 അല്ല, സോ 9 ആയിരിക്കും. മാർക്ക് 9, അതെ മാർക്ക് 9, സോറി. അതില് ആ സ്ഥലം മാത്രം വായിച്ചാൽ മതി. 23 വായിക്കും. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടൻ നിലവിളിച്ച്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിൽ സഹായിക്കണമേ. അതെ, സി, നമ്മളിത് കേൾക്കുമ്പോൾ സംടൈംസ് നമുക്ക് വിശ്വാസത്തിന്റെ അളവ് പലതിലും പല അളവില്ല ആണല്ലോ. ഓരോരുത്തരും തനിക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവ്. സോ എന്റെ ഫെയ്ത്ത് ആയിരിക്കില്ല റജിയുടെ ഫെയ്ത്ത് ആയിരിക്കത്തില്ല, ഇവിടെ ഏബിളിന്റെ ഫെയ്ത്ത് ആയിരിക്കത്തില്ല, ആരോന് ആ ഫെയ്ത്ത് ആയിരിക്കില്ല, സോണിക്ക്. ഇറ്റ്സ് ഓൾ ഡിഫറെന്റ്. ആർക്ക് എത്ര ഫെയ്ത്ത് ദൈവത്തിന് അറിയാവുള്ളൂ, വി ഡോണ്ട്. അപ്പോ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു, എന്നാലും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആൾക്കാർ പറയില്ലേ, കാര്യം അങ്ങനെയൊക്കെ, എന്നാലും അതെല്ലാം ഈ അവിശ്വാസ. ഈ ഇപ്പൊ ഇങ്ങനെ പറയത്തില്ലേ, നോക്ക് ചെയ്യേണ്ടത് ചെയ്യണമെന്നുള്ള അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആകാശത്തിലെ പദങ്ങൾ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗീയ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എല്ലാ അവിശ്വാസം എന്ന് വരുന്ന മെനി ടൈംസ്. കാരണം എന്താ പറയുന്ന, ഈ അവിശ്വാസം ദൈവത്തിന് അറിയാം. നമ്മുടെ ഉള്ളിൽ അവിശ്വാസം ഉണ്ട്, നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിലും ദൈവത്തിന്. അപ്പൊ ഇവിടെ നോക്ക്, ഈ കുഞ്ഞിന്റെ അപ്പൻ ഹി വാസ് വെരി ഫ്രാങ്ക്. അതാ നമുക്ക് വേണ്ടത്. അത് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, കർത്താവ് സത്യമാണ്, ഇതൊക്കെ സത്യമാണെന്ന് പറയാം, ബട്ട് ഐ എം ഫെയിലിംഗ് ടു ബിലീവ് ഇറ്റ്. അവിടെ ദൈവം സഹായിക്കും. അറ്റ് ദി സെയിം ടൈം എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ പറയും, പക്ഷെ ഉള്ളിൽ പേടിയാണെങ്കിൽ ദാറ്റ് ഓൾസോ ലോർഡ് നോസ്. പത്രോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു, സ്നേഹിക്കുന്നു പറഞ്ഞു. രണ്ടാമതും കർത്താവ് ചോദിച്ചു, സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു, സ്നേഹിക്കുന്നു പറഞ്ഞു. മൂന്നാമത് ചോദിച്ചു, പത്രോസിന് മനസ്സിലായി സംതിങ് റോങ് വിത്ത് മീ. കർത്താവെ, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ബട്ട് യു നോ, നിനക്കറിയാം, എൻ്റെ സ്നേഹമൊക്കെ അറിയാം. സെയിം വേ നമ്മൾ വിശ്വസിക്കുന്നു, ബട്ട് വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ഓവർകം. അതായത് ഈ കുഞ്ഞിന്റെ അപ്പം പറഞ്ഞാൽ, എനിക്കറിയില്ല, നമ്മുടെ ഉള്ള സത്യം ഏറ്റു പറഞ്ഞാൽ കർത്താവ് വിശ്വസ്തനും നീതിമാനുമായിട്ടുള്ള അവൻ നമ്മുടെ ട്രൂ കണ്ടീഷൻ ഏറ്റു പറഞ്ഞാൽ ഹി വിൽ പ്രൊട്ടക്ട്. അല്ലാതെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ ഈ കുട്ടിയുടെ അപ്പം പറഞ്ഞു, അത് ആ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമെന്ന്. വിശ്വസിക്കുന്നതിന്റെ കൂടെ അവിശ്വാസമുണ്ട്. ഇല്ല, ഈ ഹബക്കൂക്കിലൊരു വേർഡുണ്ട്, നിന്റെ കോപത്തിന്റെ മധ്യത്തിലും നിന്റെ കരുണ പ്രദർശിപ്പിക്കണമേ. ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹബക്കൂക്കാണോ ഹബക്കൂക്കാന്ന് തോന്നുന്നു. അപ്പൊ നിന്റെ കോപത്തിന്റെ മധ്യത്തിലും നിന്റെ കരുണ എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഇതിനകത്ത് ഇത്തിരി അവിശ്വാസമുണ്ട്. ഇനി എങ്ങനെ ഇവൻ കയറി പിടിക്കുമോ എന്നൊരു പേടി. അവിടെ വാതിലെ പോയി തുറന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കഴുകണം, പിന്നെ ഇത് കഴിയും, ഇതൊക്കെ കൈയൊക്കെ കഴിയണമൊക്കെ ശരിയാ, പക്ഷെ ഈ കൈ കഴിയാലോ ഇതൊന്നും. പ്രൊട്ടക്ഷൻ കംസ് ഫ്രം ദി ലോർഡ്. ഇല്ലേ, ദൈവം അഗ്നിവലയം സൃഷ്ടിക്കാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുന്നത്, കുഞ്ഞാടിന്റെ രക്തം ആ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെട്ടവർ പിന്നീട് പ്ലേഗിൽ വീണു. അതാ യൂദാ പറയുന്നത്, ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച ആ ദൈവം തന്നെ പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ ശിക്ഷിച്ചു. അപ്പൊ ഇവര് വിശ്വസിച്ചില്ല, ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ചില്ല. അതുകൊണ്ട് ദൈവം കൊടുത്ത ഒരു ശിക്ഷ പ്ലേഗായിരുന്നു. നമ്മുടെ കർത്താവിന് നമുക്ക് വേറെ ഫോർഗെറ്റ് അബൌട്ട് എവരിത്തിങ്. വി ഷുഡ് കണ്ണു അടച്ച് ട്രസ്റ്റ് ചെയ്തേ പറ്റൂ കർത്താവിന്.
കർത്താവ് വിശ്വസിച്ചേ പറ്റൂ. കർത്താവ് വിശ്വസന, കർത്താവ് റിയലി എക്സിസ്റ്റിംഗ്, ബൈബിൾ സത്യ. കർത്താവ് പൗലോസ് പറഞ്ഞ പോലെ വാസ്തവമായിട്ടും ക്രിസ്തു മരിച്ചു, വാസ്തവമായിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റു. അല്ല, ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. ഹി വിൽ കം ബാക്ക്. ഗ്ലോബൽ ഫിനോമിനാസ് ഉണ്ടാകുമെന്ന് പറഞ്ഞതേ ഉണ്ടായിരിക്കുന്നു. ഇറ്റ് വിൽ കം ആൻഡ് മോർ സീരിയസ് തിങ്സ് വിൽ കം. അതല്ല എഴുതിയിരിക്കുന്നത്. 1/3 ഓഫ് ദി വേൾഡ് പോപ്പുലേഷനെ കൊല്ലുന്ന ബാധ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇഫ് യു ഗോ ഇൻ ടു റെവലേഷൻ ചാപ്റ്റർ 9-18 വായിക്കുമ്പോൾ ഇതൊക്കെ വരാൻ പോകുന്നുള്ളൂ. ഇതിപ്പോ ഒരു എന്താ പറയുക, ഒരു സാമ്പിൾ വെടിക്കോട്ടെന്ന് പറയുന്ന പോലെ ആയിട്ടുള്ളൂ. ലോകത്തിന് നല്ല ഫ്യൂച്ചർ ഇല്ല. ലോകത്തിന്റെ ഫ്യൂച്ചർ വളരെ ബ്ലീക്കാണ്. നാശ വരാൻ പോകുന്നു ലോകം. അവസാനം ഇതിനെ മുഴുവൻ കത്തിച്ച് കളയാനുള്ളതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. റെവലേഷൻ 9:18 വായിക്കുമ്പോൾ വായിക്കും. അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകൾ കൊണ്ട് മനുഷ്യരാശിയുടെ 3 ദിവസം അനുഭവിക്കപ്പെട്ടു. കാരണം കുതിരകളുടെ ശക്തി വാലിനുമാണ്. അവയുടെ വാലുകൾ സർപ്പങ്ങൾ പോലെയാണ്. അവയ്ക്ക് ശിരസ്സുകളുണ്ട്. അതുകൊണ്ടാണ് അവ മുറിപ്പെടുത്തുന്നത്. ഈ ബാധകൾ കൊണ്ട് കൊല്ലപ്പെടാതെ ശേഷിച്ച മനുഷ്യവംശം തങ്ങളുടെ കൈവേലയിൽ അനുദപിക്കുകയോ സ്വർണ്ണം, വെള്ളി, ഓടും, കല്ലും തടിയും കൊണ്ട് നിർമ്മിച്ച അല്ല, അതില് 1/3 ഒന്നോടെ വെച്ച് അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ട തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകൾ കൊണ്ട് അല്ല, ഇതില് ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെ 18 ബൈ ദീസ് 3 പ്ലേഗ്സ്. അപ്പൊ ഈ തീയ ഗന്ധകം പുകാന്നൊക്കെ വരുമ്പോ നമുക്ക് തോന്നും ഇത് ബാധയല്ല, ഇല്ലേ? പക്ഷെ ഇത് ബാധാന്ന് എഴുതിയേക്കും. ബൈ ദീസ് 3 പ്ലേഗ്സ് a third of mankind was killed. നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലേഗാണ് വന്നേക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയാ പ്ലേഗ് അയച്ചേക്കുന്നത്? 16:9 വായിക്കുമ്പോൾ റെവലേഷൻ ഇംഗ്ലീഷ് വായിച്ചവിടെ നല്ല ഏത് വായിച്ചാലും നമുക്ക് കറക്റ്റാ. 16:9 ഒന്ന് വായിക്കും. അത്യുഗ്രഹമായ സൂര്യതാപത്തിൽ പൊരിഞ്ഞ മനുഷ്യർ ഈ ബാധകളുടെ മേൽ അധികാരം ഉണ്ടായിരുന്ന ദൈവത്തിന്റെ നാമത്തെ ശപിച്ചു. അവർ അനുദപിക്കുകയോ അവനെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. അതെ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്ലേഗ്സ് അയച്ചത്? അനുദപിക്കാൻ വേണ്ടിയായിരുന്നു. അനുദപിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. അനുദപിക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്തില്ല. 16:9 and men were scorched with the great heat and they blasphemed the name of the Lord who has power over these plagues. ഇതിൽ കൂടുതൽ ഗുഡ് ന്യൂസ് നമുക്ക് എന്താ വേണ്ടത്? He is having power over these plagues. ഈ ബാധകളുടെ മേലെ അധികാരമുള്ളവനെ നമ്മൾ വിശ്വസിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. സോ നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് സോണിലാണ് നമ്മൾ. അതാണ് നമ്മൾ പലപ്പോഴും ഇത് വിശ്വാസിക്ക് പറ്റുന്നില്ല. റീസൺ എന്താ? ഭർത്താവിനെ ഗുണയനാക്കിക്കൊണ്ടിരിക്കുക. അതായത് നമുക്കിപ്പം പലരും അവിശ്വാസം പറയുന്നു. ഇപ്പൊ പണ്ട് ഈ ചിക്കൻ ഗുനിയ കേരളത്തിൽ വന്നപ്പോൾ ഗൾഫിൽ ജോലിയുള്ളവരെല്ലാം മോസ്റ്റ്ലി ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പൊ അവര് പറയുന്നു ഇതൊക്കെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഫൂളിഷ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അറ്റ് ദി സെയിം ടൈം പലപ്പോഴും എന്താ പറയുക, നമുക്ക് ഇച്ചിരി ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്ന് പറയും. ഇത് ബുദ്ധി കൊണ്ടൊന്നും വർക്ക് ചെയ്യുന്നത്. വിശ്വാസവും ബുദ്ധിയും തമ്മിലൊരു ബന്ധം. പലപ്പോൾ നമുക്ക് കർത്താവ് ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ചു. അത് ഏത് വൈദ്യശാസ്ത്രത്തിന്, ഏത് ബുദ്ധിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? മരിച്ച് 4 ദിവസമായിട്ട് അഴുകി തുടങ്ങിയ ഒരു ബോഡീനെ റിസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ഫെയ്ത്ത് വർക്ക്സ് ഇൻ എ ഡിഫറെന്റ് റെലം. അപ്പൊ ഇവിടെ അതെ, കർത്താവ് വെള്ളത്തിന് മുകളിൽ നടന്നു. എവിടെ ഗ്രാവിറ്റി ആക്ട് ചെയ്തോ? ഇല്ല. ഗ്രാവിറ്റി ചെയ്തത് നാച്ചുറൽ ഫിനോമിനസ് ബട്ട് അത് ആക്ട് ചെയ്തില്ല. ഫെയ്ത്തിന് എല്ലാ നാച്ചുറൽ തിങ്സിനെയും ഓവർകം ചെയ്യാനുള്ള പവറുണ്ട്. ഗ്രാവിറ്റി വിൽ നോട്ട് വർക്ക് ചെയ്തില്ല. ഭൂമി കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണ്, പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണ് ചുറ്റുന്നത്. അതെ, പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണ്. അതിനെ ഓപ്പോസിറ്റ് കറക്കി ഹിസ്കിയാക്ക് രോഗം വന്നിട്ട് പുറകോട്ട് കറങ്ങി. ഹിസ്കിയോട് ചോദിക്കുന്നുണ്ട്, സൂര്യ ഘടികാരത്തിലെ നിഴല് 10 അടി മുമ്പോട്ട് പോകണോ അതോ പുറകോട്ട് പോകണം? അപ്പൊ ഹിസ്കിയ പറഞ്ഞു മുമ്പോട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക, അതിനകത്ത് പ്രത്യേകിച്ച് സൂപ്പർ നാച്ചുറൽ ഒന്നുമില്ല, അതുകൊണ്ട് പുറകോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. 10 യൂണിറ്റ് പുറകോട്ട് പോയി. ദാറ്റ് മീൻസ് ഒന്നുമില്ല, ഭൂമി പുറകോട്ട് ചീറ്റി. സൂര്യൻ സ്റ്റില്ലാണല്ലോ, ഭൂമി പുറകോട്ട് ചീറ്റി. ദെൻ ജോഷുവ പറഞ്ഞു, സൂര്യ നീ അവിടെ നിൽക്കും, നീ ഇപ്പോൾ അസ്തമിച്ചാൽ ഞങ്ങളുടെ യുദ്ധം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല, അല്ലേ? അന്ന് ഈ ഫ്ലഡ് ലൈറ്റും ഒന്നുമില്ല. സൂര്യ നീ അവിടെ നിൽക്കാൻ ജോഷുവ പറഞ്ഞു. സൂര്യൻ അവിടെ നിന്നു. ഏത് സയൻസ് ആണ്? വി ആർ സെർവിങ് ദി സെയിം ലോർഡ്. ഐസയ പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ല ഈ ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യില്ല. ഏലിയ പറഞ്ഞു. പക്ഷെ അവിടെ ഏലിയ, അതിനകത്ത് നമുക്ക് പ്രത്യാശ എവിടെയാ? യാക്കോബ് എഴുതിയെടുത്ത പ്രത്യാശ. ഏലിയ നമ്മളെ പോലെ തന്നെയുള്ള ഒരാളാണ്. സോ യു ക്യാൻ ഓൾസോ ബ്ലോക്ക് ദി ഹെവൻ, യു ക്യാൻ ഓൾസോ സ്റ്റിൽ ദി എർത്ത്.
or you can also still the progression of COVID. It will never approach. നമ്മുടെ കൂടാരത്തെ ബാധിക്കില്ല. പ്രൊവൈഡഡ് എന്താ We should believe. ബിലീവ് എന്നുള്ളതല്ല, യു ഹാവ് ടു ഫോളോ ദി പാത്ത് വേ വാട്ട് ഈസ് ഗിവൺ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചേ, ദെൻ ഈ 10 പേര് വന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് എന്താന്ന് പറഞ്ഞു. 10 പേര് വന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് അവിടെ രാക്ഷസന്മാരും ഇതൊക്കെ ഉണ്ട്, നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല. പക്ഷെ ജോഷുവയും കാലേബും പറഞ്ഞ ഒരു കാര്യം, ഇതൊക്കെ ശരിയാ ജോഷു, ഇത് അവിടെ രാക്ഷസന്മാരും ഉണ്ട്, പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഈ കോവിഡ് ഇങ്ങനെ എടുത്തിയാടി പിടിക്കുന്ന സാധനമാണ്, മനുഷ്യനെ കൊല്ലുന്ന സാധനം, ഇതൊക്കെ ശരിയാ. അവര് പറഞ്ഞ ഒരു വേർഡ് പ്രത്യേകം ശ്രദ്ധിച്ചു. എന്താ ജോഷുവയും കാലേബും പറഞ്ഞെന്താ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ രാക്ഷസൻ ഈസ് നത്തിങ്. ഇതാ നമുക്കുണ്ടായിരിക്കേണ്ട പരിജ്ഞാനം. ലോർഡ് ഈസ് വിത്ത് അസ്. ഇമ്മാനുവൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദാവീദ് പറയാണ്, ഈ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ഈ ദൈവത്താൽ ഈ മതിൽ ചാടിക്കിടക്കുന്നു. വിശ്വസിക്കാത്തവർക്ക് ഈ വാഗ്ദത്തങ്ങളൊന്നും കിട്ടില്ല. ഹീബ്രൂസ് 4:2 നമ്മൾ വായിക്കുന്നത്, അത് വായിക്കേണ്ട ഒരു കാര്യമാണ്. നാമും ഒരു സവർത്തമാനം കേട്ടവരാകുന്നു. കേട്ടവർ വിശ്വാസമായി പരിഗണിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. For indeed the gospel was preached to us as well, as to them. But the word which they heard did not profit them, not being mixed with faith. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഒരു ഗുണവും കിട്ടത്തില്ല. പ്രൊവൈഡഡ് ഇഫ് യു ആർ നോട്ട് മിക്സിംഗ് ദീസ് വേർഡ്സ് വിത്ത് ഫെയ്ത്ത്. ഇതിലൊന്നും കിട്ടില്ല, അങ്ങനെ കിട്ടുന്നെങ്കിൽ അതെ അവർ വിശ്വസിക്കാതെ അവർക്ക് കിട്ടിയില്ല. സെയിം വേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതില് ഈ 10 പേര് വന്ന് ശത്രുവിന്റെ വലുമയാ പറഞ്ഞ്, ശത്രു വലിയ ആളാണെന്നാ പറഞ്ഞു. അവർ ചെറുതാണ്, ഞങ്ങളും വിട്ടലികളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇത് അവർക്കും അങ്ങനെ തോന്നിക്കാണും. സോ ദി അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് യുവർ പവർ that can lead to pestilence. നമ്മൾ ഈ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കുന്ന ദാവീദ് പറയുന്നു. അല്ലെ ഈ ദൈവത്തോടു കൂടെ ഞാൻ സേനയ്ക്ക് നേരെ മാഞ്ഞെടുക്കും. യോനാഥാൻ പറയുന്നത്, ആൾബലം ഏറിയാലും കുറഞ്ഞാലും ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ഒരു മാറ്റവും ഇല്ല. അതായത് കടൽ തീരത്തെ മണൽത്തരി പോലെയുള്ള ശത്രുക്കളുടെ മുമ്പിൽ ജോനാഥാൻ ആൻഡ് 1 assistant 2 with two men and God that is far surpassing than the entire army of the world. ഇത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നടക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനത് ഈ പ്ലേഗ് അറ്റാക്ക് ചെയ്യാൻ ഇവർ വന്ന് അവരെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ദെൻ ഇഫ് യു ആർ ഗോയിങ് ടു നമ്പർ 32 എടുക്കുമ്പോൾ, നമ്പർ 32 is a common sin amongst the believers. നമ്മൾ ശത്രുവിനെ എക്സാൾട്ട് ചെയ്യില്ലായിരിക്കും. എന്നാൽ നമ്പർ 32 അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, അത് മലയാളം വായിച്ചാൽ അത്ര ക്ലിയർ അല്ല. നമ്പേഴ്സ് 32 അതൊന്ന് വായിക്കുക. അതിന്റെ 8 തുടങ്ങി വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിച്ചാൽ മതി. Thus your fathers did when I sent them away from Kadesh Barnea to see the land. For when they went up to the valley of Eshcol and saw the land, they discouraged the heart of the children of Israel. Yeah, they discouraged the heart of the children of Israel. അധൈര്യപ്പെടുത്തി എന്ന് പറയുന്നേക്കാളൊക്കെ അത് അതിനൊന്നും ഈ മീനിങ് കിട്ടത്തില്ല. ദേ ഡിസ്കറേജ് അല്ല, ഇതൊന്നും അല്ല. ഞാൻ ഐ വാണ്ട് ടു യൂസ് ദി വേർഡ് ഡിസ്കറേജ്. ദി ഓപ്പോസിറ്റ് എൻകറേജ്. വി ആർ സപ്പോസ് ടു എൻകറേജ്, നോട്ട് ഡിസ്കറേജ്. NIV ഒന്ന് വായിക്കാം. 32:8 നമ്പേഴ്സ്. This is what your fathers did when I sent them from Kadesh Barnea to look over the land. After they went up to the valley of Eshcol and viewed the land, they discouraged. See, when we are meeting as believers or church, കുറെ ആൾക്കാർ ഡിസ്കറേജ് ചെയ്യുന്നവരുണ്ട്, കുറെ ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നവരുണ്ട്. If you are discouraging the believers, you are prone to pestilence. നമ്മൾ പറയണോ, ഇപ്പൊ ഒരു ഗതിയില്ലാത്ത സമയമാണ്, ഇപ്പൊ ഭയങ്കര ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇപ്പൊ അത് ശത്രുക്കൾക്ക് മധ്യേ വിരുന്നുമേശ ഒരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. സാഹചര്യങ്ങൾ നോക്കിയല്ല ദൈവം നമ്മളെ രക്ഷിക്കുന്നത്. കർത്താവ് രക്ഷിക്കുന്നത് വാളുകൊണ്ടും കുന്തം കൊണ്ടും ഒന്നും അല്ല. ദൈവം രക്ഷിക്കുന്നത് ദൈവമായതുകൊണ്ടാണ് രക്ഷിക്കുന്നത്. See, when I came here in 2009, extreme recession. അത്ര റിസപ്ഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു സ്ഥലത്തും ജോലിയില്ല, ഒരു സ്ഥലത്ത് എല്ലാവരും ജോലി പോയിക്കൊണ്ടിരിക്കുന്നില്ല. See,
somebody told me to go to a church. അവിടെ ആരെങ്കിലും പരിചയപ്പെട്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന ഒരു സഭയിലെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് പിന്നെ ഫാമിലിയെ കൊണ്ടുവരാമെന്ന് എഴുതി പോയത്. അത് പറഞ്ഞു, ഒരു കാരണവശാലും ഫാമിലിയെ കൊണ്ടുവരരുത്, ഇവിടെ ഒരു ജോലിയും കിട്ടത്തില്ല, ഇവിടെ ഇവിടെ വൈഫിനാണ് ജോലി കിട്ടാൻ ചാൻസ് എങ്കിൽ നിങ്ങൾ പോയിട്ട് വൈഫിനെ തന്നെ വിട്ടുകൂടി, ജോലി കിട്ടാതെ വരരുത്, വന്നാൽ ആകെ പ്രശ്നമാവും. all the believers discouraged me, but they could not discourage me because I knew my Lord. അപ്പോൾ എൻ്റെ യാത്ര മാറ്റിവെപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല, ബിക്കോസ് ഐ ന്യൂ മൈ ലോഡ്, ബിക്കോസ് ഓഫ് മൈ ലൈഫ് എക്സ്പീരിയൻസസ്. അപ്പം ഞാൻ ഒന്നുമില്ലാതെ വന്നു, ദൈവം അത്ഭുതകരമായിട്ട് ജോലി തന്നു. എൻ്റെ കൂടെ തന്നെ വന്ന ഒരാൾ ജോലി കിട്ടാതെ തിരികെ പോയി. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ആം ഗ്രേറ്റ്, but because I trusted my Lord, because he is faithful. കർത്താവ് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് വിട്ടാൽ ബാക്കി കാര്യങ്ങൾ നോക്കാൻ കർത്താവിന് അറിയാം. He will never send you in an irresponsible way. അപ്പോൾ ഇവർ ചെയ്തത്, നമ്മൾ as we are believers in the Lord, we must encourage people, not discourage. If you are a person who is discourage ചെയ്തുകൊണ്ട് ഇവർ ദൈവത്തെ വിശ്വസിക്കാത്തവരാണെന്ന് അർത്ഥമില്ല. But they did not attain the goal. അവർക്ക് കാനാനി കയറാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, വേറുള്ളവരെ കയറ്റാതിരിക്കാൻ നോക്കി, പക്ഷെ അത് റീബൗണ്ട് ചെയ്തു. ജോഷുവയുടെയും കാലേബിന്റെ വിശ്വാസം കെടുത്താൻ ഇവരുടെ ഡിസ്കറേജ്മെന്റിന് പറ്റിയോ? നോ, ബട്ട് the main reason they have decided to follow the Lord. അവരുടെ സ്ട്രെങ്ത് എന്തായിരുന്നു? ജോഷുവയുടെയും കാലേബിന്റെ സ്ട്രെങ്ത് എന്തായിരുന്നു? നോ, സ്പെഷ്യൽ സ്പിരിറ്റ്. സമ്മതിച്ചു, special spirit. Where lies their source of strength? In Lord. അല്ല, ഇതെല്ലാം ലോഡിൽ ഇവരും ഈ 10 മരിച്ചുപോയവരും ലോഡിൽ വിശ്വസിക്കുന്നവരും. Their obedience to the Lord was their strength. If you are decided to obey the Lord in the midst of people who are all disobedient to the Lord, you are Joshua and you are Caleb. Otherwise, no. So the obedience to the word of the Lord was their strength. You are going to Psalm 103. അതിൻ്റെ 20 വായിക്കുമ്പോൾ, കർത്താവിന്റെ മാലാഖമാരെ, അവന്റെ വചനത്തിന്റെ സ്വരം ചെവിക്കൊണ്ട് അവന്റെ വചനം പാലിക്കുന്ന ശക്തരെ, നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുക. മതി, അത് ഇംഗ്ലീഷ് എടുത്ത് വായിച്ചു. Bless the Lord, you his angels, who excel in strength, who do his word, heeding the voice of his word. They are excelling in their strength. Why? Because they are heeding the voice of the Lord. They are obedient to the voice of the Lord. If you have decided in your life to obey the word of the Lord wholeheartedly, come what may, ഏത് സിറ്റുവേഷൻ, ഏത് കൽപ്പന ആയിക്കൊള്ളട്ടെ, അത് തീയിലേക്ക് എടുത്ത് ചാടാനുള്ള കൽപ്പന ആയിക്കൊള്ളട്ടെ. ശദ്രക് മേശക് അബേദ്നേഗോ അവര് തീയിൽ ചാടേണ്ടിട്ടോ വന്നിട്ടും they were obedient to the commandment. വിഗ്രഹത്തിന് മുമ്പിൽ തല ഉരിക്കാൻ പാടില്ല എന്നുള്ള യഹൂദരുടെ അല്ലെങ്കിൽ നമുക്കുള്ള കൽപ്പനയാണ്. തീയിലേക്ക് ഇടുമെന്ന് പറഞ്ഞു, നോ, തീയിലിട്ടോട്ടെ, നോ പ്രോബ്ലം. ദാനിയേലിനോട് പറഞ്ഞു സിംഹക്കുഴിയിലേക്ക് ഇടും, ഇട്ടോട്ടെ, നോ പ്രോബ്ലം. ജോസഫ് ദൈവത്തെ അനുസരിച്ച് പിടിച്ച് ജയിലിലിട്ടു. നമ്മൾ വായിക്കുന്നത് എന്താ? ജോസഫ് ജയിലിലായി, പക്ഷെ എന്താ അല്ല, ജോസഫിന്റെ കാര്യം പറഞ്ഞു. ജോസഫ് ജയിലിലായി 39. അത് ഇറ്റ്സ് എ ടച്ചിങ് വേർഡ്. യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. അതെ, അതിലെഴുതിയിരിക്കുന്നത് കർത്താവ് ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദെൻ കമ്മിങ് ടു അതിന്റെ 19 തുടങ്ങിയ 39-19. അങ്ങയുടെ ദാസൻ ഈ വിധത്തിലാണ് എന്നോട് പെരുമാറിയത് എന്ന് ഭാര്യ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. യജമാനൻ യോസഫിനെ പിടിച്ച് രാജാവിന്റെ തടവുകാരെ അടച്ചിരുന്ന ജയിലിൽ അടച്ചു. യോസഫ് ജയിലിലായി. എന്നാൽ കർത്താവ് അയാളോട് കൂടെ ഇരുന്നു. മതി. So he was in jail. പക്ഷെ ജയിലിൽ കർത്താവുണ്ട്. Then it's not jail. ആണോ? ഇത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ സ്ഥലം.
കർത്താവുള്ള സ്ഥലം സ്വർഗം. അപ്പം ജോസഫ് ജയിലിലായി, പക്ഷെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. സോ ഹി വാസ് ഇൻ ഹെവൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ജോഷുവയും കാലേബിന്റെ സ്ട്രെങ്ത് കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന ശക്തരെന്ന് അഡ്രസ് ചെയ്തിരിക്കുന്നു. If you are decided to obey the word of the Lord, whatever it is, some commandments may be difficult to obey, some may be very easy to obey, but there is no distinction. If you are decided to obey the word of the Lord, you are Joshua and Caleb, no pestilence will come and attack you. And if there is disobedience in your camp, anything can come. See, Jericho ആക്രമിക്കാൻ പോയി. അവരുടെ സ്ട്രെങ്ത് ദൈവവചനത്തിലുള്ള അനുസരണവും ദൈവത്തിന്റെ സാമീപ്യമായിരുന്നു. പക്ഷെ ആഖാൻ ഡിസൊബേ ചെയ്തു. അവരുടെ പാളയത്തിൽ അഹിതകരമായിട്ടുള്ളത് കൊണ്ടുവച്ചു. അവരുടെ സ്ട്രെങ്ത് പോയില്ലേ. പിന്നെ ശത്രുവിനെ ചെറുത്ത് നിൽക്കാൻ അവർക്ക് പറ്റിയില്ല. ഇസ്രായേൽക്കാർ ദൈവവചനത്തോട് ഡിസൊബീഡിയൻ്റ് ആയി, അല്ലെങ്കിൽ അവർ ദൈവത്തോട് ഡിസൊബേ ചെയ്തു. അവിടെ എഴുതിയപ്പോൾ പിന്നീട് അവർക്ക് ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശത്രുവിന്റെ കരങ്ങൾക്ക് ആര് കൊടുത്തു? ദൈവശക്തി കൊടുത്തു. അപ്പൊ നമ്മള് കുഞ്ഞാടിന്റെ രക്തം തളിച്ച് നമുക്ക് വി ഹാവ് ടു ലീവ് എ ലൈഫ് വിത്ത് ഫ്രീ ഫ്രം ഓൾ ഫിയർ, ഫ്രീ ഫ്രം ദി ഫിയർ ഓഫ് കോവിഡ്, എല്ലാ ഫിയറിൽ നിന്നും. അത് മാത്രമല്ല, നമുക്കിപ്പം ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവില്ലാതെ എന്ന് അല്ലേ. നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. 91 സംഖ്യക്ക് ഒരു ബാധയും നിന്റെ കൂടാരത്തെ ബാധിക്കില്ല. അത്യുന്നത ചെറുകിന്റെ കീഴിൽ വസിച്ചാൽ പിന്നെ ഒരു വാഗ്ദത്തമുണ്ട്. അതിന്റെ അവസാനം എന്താ പിന്നെ ലാസ്റ്റ് പാർട്ട് എടുക്കാതെ പറയാം. എന്താ 91 സങ്കീർത്തനം ബൈഹാട്ട് ആരും അല്ല, ദീർഘായുസ് കൊണ്ട് ഞാൻ അപ്പൊ ഇങ്ങനെ പറയുകയാണ്, ചേട്ടാ ഇപ്പൊ ഈ കോവിഡ് വന്നാൽ ചിലപ്പോൾ 35 വയസ്സ്, ഇപ്പൊ ഈ 57 വയസ്സുള്ള ആളും മരിച്ചിട്ടുണ്ട്, കുഞ്ഞു പിള്ളേരെയും പിടിക്കുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് പിടിച്ചാൽ ഏത് വയസ്സിലും അടിച്ചു പോവാം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യുടെ ഇവിടെ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് കൊളസ്ട്രോൾ ഇത്തിരി കൂടുതലാണ്, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു ചിലപ്പോൾ ഇത് പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. ഇഫ് യു ആർ ട്രസ്റ്റിങ് അതുകൊണ്ട് വൈദ്യശാസ്ത്രം ശരിയല്ലെന്നല്ല, പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇഫ് യു ആർ ട്രസ്റ്റിങ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വർക്ക് ചെയ്യത്തില്ല, ഈ സൂര്യന്റെ കറക്കം വർക്ക് ചെയ്യത്തില്ല, ഒന്നും വർക്ക് ചെയ്യത്തില്ല. സോ വി ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ദി പവർ ഓഫ് ദി ലോർഡ് ബൈ ട്രസ്റ്റിംഗ് ഇൻ ദി ലോർഡ്. അപ്പൊ ഇവിടെ അത് വായിച്ചത് ഇങ്ങനെ പറഞ്ഞ ഒത്തിരി സമയം പോകും. അപ്പൊ ഡിസ്കറേജ് ചെയ്താൽ എന്ത് പറ്റാൻ ചാൻസ് ഉണ്ട്? സോ നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയേണ്ടത് എന്താ? കർത്താവ് നമ്മൾ ഇതിൽ നിന്ന് വിടുവിക്കും, കർത്താവ് ഇതിൽ നിന്ന് രക്ഷിക്കും. എത്ര ഫെയിലിയറിന്റെ കേസ് പറഞ്ഞാലും നോ പ്രോബ്ലം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ഇതിൽ നിന്ന് നമ്മുടെ ദൈവം രക്ഷിക്കും. വീണ്ടും പറയാം കാര്യം, ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാൾക്ക് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന് പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞു, നോക്ക്, ദൈവവചനത്താലും പ്രാർത്ഥനയാലും ദൈവം ഭക്ഷണ പദാർത്ഥങ്ങളെ സകല ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. പ്രാർത്ഥനയാലും ദൈവവചനത്താലും ദൈവം അതിനെ പവിത്രീകരിക്കും. അപ്പൊ ഇങ്ങനെ പണ്ട് ഇങ്ങനെ കപ്പ തിന്നുമ്പോൾ ഗ്യാസ് ഉണ്ടായിരുന്നു, പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അതുണ്ടായിരുന്നു, ചെമ്മീൻ തിന്നുമ്പോൾ സുഖമില്ലായിരുന്നു, ഇറച്ചി തിന്നാൽ കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും കൊണ്ട് ഓഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് തിന്നില്ല എന്ന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാനിപ്പോൾ തിന്നില്ല. കാരണം എന്താ? എനിക്ക് ഇഷ്ടമല്ല. ആരോ പറഞ്ഞ പോലെയാണ് ക്ലിയർ എക്സ്പ്രഷൻ ഓഫ് ലാക്ക് ഓഫ് ഫെയ്ത്ത്. കാരണം ദൈവവചനത്താലും പ്രാർത്ഥനയാലും ഇത് മനുഷ്യന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവം തന്നതാണെങ്കിൽ ഇറ്റ് വിൽ നെവർ ഡു എനി ഹാം ടു യുവർ ലൈഫ്. ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് ശുദ്ധീകരിക്കപ്പെടും. എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? ദൈവവചനത്താലും പ്രാർത്ഥനയാലും നമുക്ക് കുറഞ്ഞ എവിടെയാ ഭക്ഷണം കഴിക്കുന്ന കാര്യം. അതായത് ദൈവവചനത്താൽ ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതാണ്, ദൈവവചനത്താലും പ്രാർത്ഥനയാലും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ടു ട്രബിൾ യു ടിൽ ഡെത്ത്. ശരി, ചില ആൾക്കാർക്ക് ചില സാധനം തിന്നാം, ഓർക്കും. ഇത് ആദ്യം തിന്നുമ്പോൾ, ഇത് വിശ്വസിച്ച് തിന്നുമ്പോൾ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. ഒരാളോട് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു വിശ്വസിച്ചിട്ട് ചെയ്യുക. ഐ ഹാഡ് സം പ്രോബ്ലംസ്. ട്രഡീഷണൽ ആയിട്ട് കുറെ കഴ്സസ് ഉണ്ടായിരുന്നു, ഈ ബീഫ് തിന്നാൻ പാടില്ല. ഇതൊക്കെ കർത്താനോട് പ്രാർത്ഥിച്ച് ഓർക്കം ചെയ്ത കാര്യമില്ല. അപ്പൊ ഒരാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അപ്പൊ പ്രാർത്ഥിച്ചിട്ട് തിന്നാന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു,
ഞാൻ പ്രാർത്ഥിച്ച് വിശ്വസിച്ചിട്ട് തിന്നു, പക്ഷെ എനിക്ക് ലൂസ് മോഷൻ പിടിച്ചു. ഹൂ ഈസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഓർ ഹിസ് ലാക്ക് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ പോലെ ഞാൻ നല്ലപോലെയൊക്കെ വിശ്വസിച്ചിട്ടാണ് കഴിച്ചു, പക്ഷെ ദേഷ്യയില്ല. ദാറ്റ് മീൻസ് അതിന്ന് ദൈവവിശ്വസനല്ല എന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത്. സംശയത്തോടെ കഴിക്കുന്നവൻ പാപം ചെയ്യുന്ന. ശരി, അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് ചിലപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച കഴിക്കുന്നെങ്കിലോ ലൂസ് മോഷൻ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവര് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ്. ഓക്കെ, ഈ വിശ്വസിക്കാതിരിക്കുന്ന ഒരു പാപമാണ്. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു, അപ്പൊ ഇവർക്ക് ഇവിടെ പെസ്റ്റിലൻസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാത്ത കേസ്, കുഞ്ഞാന്റെ രക്തം കളിച്ചവരാ. വീണ്ടും കമ്മിങ് ടു നമ്പേഴ്സ് 25. നമ്പേഴ്സ് 25 നമുക്കറിയാവുന്ന സ്ഥലം, ജസ്റ്റ് ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. സ്റ്റാർട്ടിങ് ആണ്. ചിത്തിമിൽ പാർക്കുമ്പോൾ ഇസ്രായേൽക്കാർ മോവാബ് സ്ത്രീകളുമായി കൂത്തടാൻ തുടങ്ങി. തങ്ങളുടെ ദേവന്മാരുടെ യാഗങ്ങൾക്ക് ഈ സ്ത്രീകൾ ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവിടെ ഭക്ഷിക്കുകയും ആ ദേവന്മാരെ വണങ്ങുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ സ്വയം പെയോറിലെ ബാലിന്റെ മുഖത്തിന് കീഴിലായി. അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പ്രമാണിമാരെ എല്ലാം കർത്താവിന്റെ മുൻപിൽ വെച്ച് പരസ്യമായി തൂക്കിക്കൊല്ലുക. അപ്പോൾ കർത്താവിന്റെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടൊഴിയും. മോശെ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ പെയോറിലെ ബാലിന് വഴങ്ങിയ നിങ്ങളുടെ ആൾക്കാരെ കൊന്നുകളയുക. ഇസ്രായേൽ ജനസമൂഹവും സമ്മേളന കൂടാരത്തിന്റെ വാതിൽക്കൽ വിലപിച്ചുകൊണ്ടിരിക്കെ എല്ലാവരും കാണുക ഒരു ഇസ്രായേൽക്കാരൻ ഒരു മിദ്യാൻകാരിയെ തന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലെയാസാറിന്റെ പുത്രൻ ഫിനെഹാസ് അത് കണ്ട് സമൂഹത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഒരു കുന്തം കയ്യിലെടുത്തു. അയാൾ ആ ഇസ്രായേൽക്കാരന്റെ പിന്നാലെ അകത്ത് മുറിയിൽ പ്രവേശിച്ച് ആ സ്ത്രീയെയും പുരുഷനെയും ഒപ്പം കുത്തിക്കൊലപ്പെടുത്തി. അതോടെ ബാധ ഇസ്രായേൽക്കാരെ വിട്ടുകഴിഞ്ഞു. ഈ ബാധ മൂലം മരിച്ചവരുടെ സംഖ്യ 24,000. അതെ, മതി. അതിന്റെ ഇംഗ്ലീഷ് 8ാം സെന്റൻസ് ഒന്ന് വായിക്കും. ഇംഗ്ലീഷ് മുഴുവൻ വായിക്കണ്ട. And he went up to the man of Israel into the tent and thrust both of them through, the man of Israel and the woman through her body. So the plague was stopped among the children of Israel. And those who were died in the plague were 24,000. So those who were died in the plague were 24,000. So ഇവർ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് പോന്നവരാ അല്ലേ? കുഞ്ഞാടിന്റെ രക്തം തളിച്ചവരാണ് ആദ്യത്തെ സ്റ്റേജിലൊക്കെ കടന്നു പോകുന്നവരാ അല്ലേ? ഈ അല്ല ഇവർ അല്ല, ഞാൻ പറഞ്ഞ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരല്ലേ ആദ്യത്തെ പ്ലേഗില്? ആദ്യത്തെ പ്ലേഗ് രക്ഷപ്പെട്ടു പോകുന്നവരല്ലേ? നോക്ക്, ഈജിപ്റ്റ് അല്ല പിന്നീടുള്ള ഈ നമ്പേഴ്സ് 14 പ്ലേഗിൽ രക്ഷപ്പെട്ടു. അപ്പൊ നോക്ക്, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒന്ന് വിശ്വസിച്ചു രക്ഷപ്പെട്ടത് കൊണ്ട് അടുത്ത പ്രശ്നത്തിൽ വിടുതലില്ല. ഉണ്ടോ? ഇല്ല. സി, ഇവിടെ കുറെ പാപങ്ങളുണ്ട്. ഒന്ന്, അവർ വിഗ്രഹാരാധനയ്ക്ക് കീഴടങ്ങി. ഒന്ന്, സെക്ഷൽ ഇമ്മൊറാലിറ്റിക്ക് പോയി. നോക്ക്, ദി ഹോളിനെസ് ഈസ് യുവർ സ്ട്രെങ്ത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വസ്ത്രാലങ്കൃതരായിട്ട് കർത്താവിനെ സ്തുതിക്കുക. ദി ഹോളിനെസ് ഈസ് യുവർ സ്ട്രെങ്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ട് നമ്മൾ ആരും വിശുദ്ധി തികഞ്ഞവരൊന്നല്ല, ബട്ട് വി ഷുഡ് ഹാവ് എ തേഴ്സ്റ്റ് ഫോർ ഹോളിനെസ്. അപ്പോൾ ഇവർക്ക് സെക്ഷൽ ഇമ്മൊറാലിറ്റി, അതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവൃത്തികളിൽ നമ്പർ 1 ഏതാ? അവിഹിത വീഴ്ചയാണ്. അപ്പോൾ ഇത് അവിഹിത വീഴ്ച ജഡത്തിന്റെ പ്രവൃത്തികളിൽ നമ്പർ 1. സോ ആ കാര്യങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി ഇല്ലെങ്കിൽ വി ആർ പ്രോൺ ടു അറ്റാക്ക്. ദെൻ ഒരു വിഗ്രഹത്തിന് കീഴടങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഐഡലാട്രിക്ക് നമ്മളിപ്പോൾ ഗീവർഗീസ് പുണ്യാളിനെയും സെയിന്റ് മേരിയെയും തലകുനിക്കാൻ പോകത്തില്ല. ബട്ട് ന്യൂ ടെസ്റ്റാമെന്റിലെ മേജർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഐഡൽ ഏതാ? അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം, രണ്ടുമുണ്ട്. അപ്പൊ അത്യാഗ്രഹം മോസ്റ്റ്ലി ദ്രവ്യാഗ്രഹം തന്നെയാണ്. അല്ലാതെ എന്താ ഇപ്പൊ നമുക്ക് ഒരു 10 കിലോ വെണ്ടയ്ക്ക മേടിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ട്. അതിപ്പോ കോവിഡൊക്കെ ആയ കാരണം കൊണ്ട്. അപ്പൊ ഈ ആഗ്രഹം മുഴുവൻ ഈ ദ്രവ്യാഗ്രഹമാണ് സകല തിന്മയ്ക്കും നിദാനം. അതിന് പിന്നെ കൊതി തീരത്തില്ല. നമുക്ക് ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യൻ മതി എന്ന് പറയുന്നത് ഭക്ഷണം. ഇപ്പൊ നമ്മള് ബിരിയാണി കൊടുക്കുക, വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുക. ഒരു സ്റ്റേജിൽ പറയില്ല, എല്ലാവരും പറയും മതി. പൈസ ഉണ്ടാകുമ്പോഴും ഈ സഭാപ്രസംഗി 5:10 വായിക്കുമ്പോ
പണത്തെ സ്നേഹിക്കുന്നവൻ പണം കൊണ്ട് സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ ലാഭം കൊണ്ട് സംതൃപ്തനല്ല. അതെ, പണത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും കണ്ടന്റ്മെന്റ് ഉണ്ടാകത്തില്ല ജീവിതത്തിൽ. അതാണ് ഇതിൽ അതുകൊണ്ടാണ് ഹീബ്രൂസ് 13 പറയുന്നത്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയം. ഇതൊക്കെ നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് എന്താ പറയുന്നത്, ഈ ബാധകളേൽക്കാതെ ജീവിച്ച് ഓടിയെത്തിക്കാനായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. കാരണം കൊറിന്ത സഭയില് ആക്ച്വൽ ആയിട്ടുള്ള പെസഹ കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെട്ടു. സ്റ്റിൽ അവർ മരിച്ചുപോയി. ബാധകള്, രോഗം ഇതില്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമല്ലാത്തൊരു ഹൃദയം. കാരണം ഇവിടെ ഈ ഐഡലായിട്ടില്ല നമ്മളാരും പോകത്തില്ല. അങ്ങനെ ഒരു ചലഞ്ചേ നമുക്കില്ല. ഇറ്റ്സ് നോട്ട് വർത്ത് മെൻഷനിങ്. നമ്മളിനിപ്പോൾ യേശു ക്രിസ്തുവിന്റെ രൂപം വെച്ച് ഉണങ്ങാൻ പോവോ? നോ. അല്ലെങ്കിൽ മാതാവിന്റെ വെക്കാൻ പോകത്തില്ല, ഈവരസുണ്യാളുടെ വെക്കാൻ പോകത്തില്ല, ആകാശരാജ്ഞിയുടെ വെക്കാൻ പോകത്തില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമാണ്. ദ്രവ്യാഗ്രഹത്തിന് ഇപ്പൊ നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തി ഇല്ല എങ്കിൽ ഇപ്പൊ നമ്മുടെ നോക്ക്, ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഷുഡ് നോട്ട് റൈസ് ഇൻ യുവർ ലൈഫ്. അത് ഇത്തിരി ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും മനസ്സിലാക്കിയേ പറ്റൂ. നമുക്ക് യു ഷുഡ് ഡിസയർ ടു കം അപ്പ് ഇൻ യുവർ ലൈഫ് ഡെഫിനറ്റ്ലി. അറ്റ് ദി സെയിം ടൈം യു മസ്റ്റ് ബി കണ്ടന്റഡ്, അല്ലേ? കാരണം നമുക്ക് ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവമാക്കിയിരിക്കുന്നതാണ്. അവൻ ഒരുവനെ താഴ്ത്തുന്നു, ഒരുവനെ ഉയർത്തുന്നു. സാം 75:6 വായിക്കുമ്പോൾ സാം 75:6 വായിക്കുമ്പോൾ അത് ഈ ഓൾഡ് കിങ് ജെയിംസ് ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒരു ട്രാൻസ്ലേഷനിലും അങ്ങനെയല്ല. അതുകൊണ്ടാണ് സാം 75:6 വായിക്കുമ്പോൾ കിട്ടുന്നില്ലേ? അല്ല, നോ, ഈ ഓൾഡ് കിങ് ജെയിംസ് വേർഷൻ ബാക്കിയുള്ളതിൽ ഒന്നും അങ്ങനെയില്ല. For promotion cometh neither from the east nor from the west nor from the south. അപ്പൊ ഇതില് ഈ പ്രൊമോഷൻ എഴുതിയിരിക്കുന്ന ഓൾഡ് കിങ് ജെയിംസ് വേർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉയർച്ച വൺ ആൻഡ് സെയിം, ബട്ട് പ്രൊമോഷൻസ് നമ്മളൊരു ജോലി കയറുമ്പോൾ ശരി, ഇഫ് യു ആർ നോട്ട് കണ്ടന്റഡ് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ബിക്കോസ് പ്രൊമോഷൻ അത് വരേണ്ട സമയത്ത് വരും. പ്രൊമോഷൻ കംസ് ഫ്രം ദി ലോർഡ്. അത് കിഴക്കൊന്നും അല്ല, പടിഞ്ഞാറൊന്നും അല്ല, തെക്കൊന്നും അല്ല. പക്ഷെ ഒരു സ്ഥലം എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, വടക്കൊന്നുമില്ല. കാരണം ഈ റിലേറ്റീവ്ലി ബൈബിളിൽ പല സ്ഥലത്തും സ്വർഗം വടക്കാന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാറ്റ് മീൻസ് കിഴക്കൊന്നും അല്ല, പടിഞ്ഞാറൊന്നും അല്ല, തെക്കൊന്നും അല്ല എന്ന് പറഞ്ഞ പിന്നെ എവിടെ നിന്നാ വടക്കുന്ന മീൻസ് അങ്ങനെ പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ നമുക്ക് കണ്ടന്റ്മെന്റ് ഉള്ളത്, കണ്ടന്റ്മെന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിനേക്കാൾ ഉയർത്തണമെങ്കിൽ ദൈവം ഉയർത്തിക്കോളും. കാരണം പ്രൊമോഷൻ കംസ് ഫ്രം ദി ലോർഡ്. ഇഫ് യു ഗോയിങ് ടു 1 Samuel 2 എടുക്കുമ്പോൾ അതിന്റെ 6 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവ് കൊല്ലുന്നു, ജീവൻ നൽകുന്നു, അവൻ പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവ് ദാരിദ്ര്യവും സമ്പത്തും നൽകുന്നു, അവൻ താഴ്ത്തുന്നു, അവൻ ഉയർത്തുന്നു. അവൻ പൊടിയിൽ നിന്ന് ദരിദ്രനെ ഉയർത്തുന്നു, അഗതിയെ ചാമ്പൽ കൂനയിൽ നിന്ന് ഉയർത്തുന്നു. അതെ, അവരെ രാജകുമാരനോടൊപ്പം ഇരുത്തുന്നു. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത്, സോ ഓൾ എക്സാൾട്ടേഷൻ ഓർ എവറിത്തിങ് ഈസ് കമ്മിങ് ഫ്രം ദി ലോർഡ്. ഹി ഈസ് ഓൾ മൈറ്റി. ഓൾ മൈറ്റി എന്ന് പറയാൻ ഓൾ മൈറ്റിയാ. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒന്നുമില്ല. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിങ്ങനെ ശരി ദൈവം ശ്രദ്ധിക്കാതെ പോയത് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വാസികൾ പറയുന്നത്, നാട്ടിൽ വെച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം തിരികെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ആ കൂടി വിശ്വാസികളാണ്. ശരിയാട്ടോ, ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണോ നമ്മുടെ ലൈഫ്? ആണോ? നമ്മുടെ തലയിൽ ഒരു തലമുടി നാല് പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗസ്നായ പിതാവ് അനുവദിക്കാതെ അവയിൽ ഒന്നും താഴെ വീഴില്ല. 2 കാശിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ല. സ്വർഗീയ പിതാവ് അനുവദിക്കാതെ അവയിൽ ഒന്നും താഴെ വീഴില്ല എന്ന് ഈ ബൈബിൾ വായിച്ചിട്ടിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം തിരികെ വരാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ പറയാം അത് ശരിയാന്ന് പറയും. ദാറ്റ് ഈസ് വാട്ട് അവർ ഇന്റേണൽ ഫെയ്ത്ത് ഈസ്. അപ്പൊ ഇവിടെ അവർ വിഗ്രഹാരാധനയ്ക്ക് പോയി. ഇഫ് യു ആർ ഗോയിങ് ടു Colossians 3 എടുക്കുമ്പോൾ, അപ്പൊ പണത്തെ സ്നേഹിക്കുന്നവൻ എന്താണ് നമ്മൾ വായിച്ച സഭാപ്രസംഗിയില്? തീർച്ചയാകത്തില്ല. നോക്ക്, ഇപ്പൊ ആർ യു കണ്ടന്റഡ് ഇൻ യുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ.
വിനോദി തീർച്ചയായും. നിശ്ചയമായും 3 എന്ന് വായിക്കാം. കൊളോഷ്യൻസ് 3 ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അധികാരം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അതെ, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. എങ്ങനെ ഭൂമിയിലുള്ള മതി. അപ്പൊ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഐഡൽസ് വെക്കത്തില്ല. നോ. ആ ഒരു ഇസ്രായേൽക്കാര് അവര് വഴിതെറ്റിപ്പോയി. ബാബിലോൺ എക്സൈലിന് ശേഷം പിന്നെ അവർ വിഗ്രഹത്തിന്റെ നേരെ നോക്കിയിട്ടില്ല. നെവർ. അപ്പൊ നമ്മൾ വിഗ്രഹത്തിന്റെ നേരെ നോക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ദെൻ എഫേഷ്യൻസ് 5 എടുക്കുമ്പോൾ അത് തന്നെ എഴുതിയിരിക്കുന്നത് 5ാം സെന്റൻസിൽ ഇക്കാര്യം നന്നായി അറിയാം. അതെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ചോദിച്ചു നോക്ക്, ആർ വി കണ്ടന്റഡ് ഇൻ അവർ ഫിനാൻഷ്യൽ കണ്ടീഷൻ? അതെയോ രാവും പകലും എങ്ങനെയാണ് ഇത്തിരിയോടെ പൈസ ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതേ പണം ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മുടെ ജീവിതം? ഇൻട്രോസ്പെക്ട്, ദെൻ യു ആർ പ്രോൺ ടു മെനി തിങ്സ്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇഫ് യു ആർ ഗോയിങ് ടു Proverbs 23 എടുക്കുമ്പോൾ 23 or 21. ധനവാൻ ആകേണ്ടതിനെ പണിപ്പെടരുത്. ധനവാൻ ആകേണ്ടതിനെ പണിപ്പെടരുത്. അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. അതിനായുള്ള ബുദ്ധി സമ്പാദിക്കാൻ പണിപ്പെടരുത്. ധനം സമ്പാദിക്കാൻ പണിപ്പെടരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി വിജ്ഞാനം നിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ Do not overwork to be rich, because of your own understanding cease. Do not overwork to be rich. Overwork. Do not overwork to be rich. Because of your own understanding cease. Your own understanding നിന്ന് പോകുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമ്മൾ ധനം സമ്പാദിക്കാൻ, ശരി നമ്മുടെ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷെ അതൊന്നും പോരാ. ഇവിടെ ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് എനിക്ക് വേണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് കർത്താവിന് കൊടുക്കേണ്ട സമയം കൊടുക്കാതെ നമ്മൾ ഓവർ വർക്ക് ചെയ്താൽ അത് ബുദ്ധിയില്ലാന്ന് ദൈവത്തിന്റെ വചനം പറയും. അതിലെഴുതി ധനം സമ്പാദിക്കാൻ പണിപ്പെടരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിജ്ഞാനം നിനക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് ചില ആൾക്കാർ ഈ സഭാപ്രസംഗി സോളമൻ ബുദ്ധിമാനാണ്. ഒരാളിങ്ങനെ പണിയുന്നു, കഷ്ടപ്പെടുന്നു, ഇതെല്ലാം ചെയ്യുന്നു, പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം ആർക്കാ? അവനില്ല. ഈ ഗോയിങ് ടു സഭാപ്രസംഗി 2:26 വായിക്കുമ്പോൾ നമ്മുടെ ചിന്താ വിഷയം മറന്നു പോകരുത്. നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള അല്ലാതെ ഇതിന്ന് വായിക്കണം. 26 വായിക്കും. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മനുഷ്യൻ അവൻ വിജ്ഞാനവും മനുഷ്യനല്ല മനുഷ്യന് അവൻ വിജ്ഞാനവും അറിവും ആനന്ദവും നൽകുന്നു. പാപിക്കോ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവന് നൽകാനായി മാത്രം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി നൽകുന്നു. അപ്പോ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഒരാള് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മനുഷ്യന് അവൻ വിജ്ഞാനവും അറിവും ആനന്ദവും നൽകുന്നു. അപ്പൊ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മനുഷ്യന് വിജ്ഞാനം കിട്ടുന്ന പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വിജ്ഞാനം കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യുന്ന ആളായിരിക്കണം? അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം, അല്ലേ? Proverbs 2 മറഞ്ഞിരിക്കുന്ന നിധിയെ എന്ന പോലെ അന്വേഷിക്കുകയും ഉറങ്ങുകയും എല്ലാം അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നവനെ ദൈവത്തിന്റെ വിജ്ഞാനം കൊടുക്കുന്നു. അപ്പൊ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവന് അവന് വിജ്ഞാനവും അറിവും ആനന്ദവും നൽകുന്നു. പാപിക്ക് കൊടുത്തേക്കുന്ന ജോലി എന്താ? കാരണം ഇവൻ ദൈവത്തിന്റെ കാര്യത്തിൽ വ്യാപൃതനായതുകൊണ്ട് മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവന്റെ ഫിസിക്കൽ നീഡ്സ് ദൈവം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഫിസിക്കൽ നീഡ്സ് കൊണ്ട് കൊടുക്കുന്ന ആരാ? പാപി മീൻസ് അവൻ ദൈവത്തെ മറന്നിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവന്റെ ജോലി ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവന്റെ ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ജോലിയാണ്. നമ്മൾ ഏത് കാര്യത്തിലാണ് കഠിനാധ്വാനം ചെയ്യുന്നതെന്ന് ഈസ് വൈസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അത് നമുക്ക് നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ ദൈവം അനുവദിക്കത്തക്ക രീതിയിലാണോ, അതോ നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം വേറൊരാൾക്ക് കൊടുക്കത്തക്ക രീതിയിലാണോ നമ്മുടെ കഠിനാധ്വാനം ചിന്തിക്കുന്നത്? ഇറ്റ്സ് വൈസ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് അപ്പൊ ഇവര് കമ്മിങ് ബാക്ക് ടു ഇസ്രായേലിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവര് ശിത്തീമിൽ വെച്ച് അവർ വിഗ്രഹാരാധന നടത്തി. നമ്മൾ ഇന്ന് വിഗ്രഹാരാധകരാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. ലിറ്ററൽ വിഗ്രഹം നമ്മൾ വെക്കത്തില്ല. ഇഫ് യു ആർ നോട്ട് കണ്ടന്റഡ്, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ നമുക്ക് സംതൃപ്തിയില്ല,
നമുക്ക് ആൾക്കാർ ചെയ്യുന്ന കാര്യം കണ്ടല്ലോ. ഇവിടെ ഒരു വീട് വെച്ചു, അവിടെ ഒരു വീട് വെച്ചു, നാട്ടിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ വയസ്സാകുമ്പം പിന്നെ ഇതിൽ നിന്നുള്ള റിട്ടേൺ കിട്ടി. അത് ബുദ്ധിപരമായിട്ടൊന്നും ചെയ്യേണ്ടതല്ല. പക്ഷെ കർത്താവിനെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? കാരണം നമ്മള് നോക്ക്, ഉറുമ്പിനെ കണ്ട് വിജ്ഞാനിയാകാൻ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലേ. അത് വേനൽക്കാലത്ത് അതിന് പുറത്തിറങ്ങാൻ പറ്റില്ല. പറ്റുമോ? ഉറങ്ങിയാൻ പോകും. അതിന്റെ ലൈഫ് ത്രെട്ടനിങ് ആണ്. അതുകൊണ്ട് ആ വേനൽക്കാലത്ത് കരുതി വെക്കും. ഇതിനകത്ത് നത്തിങ് റോങ്. ബൈബിൾ പറഞ്ഞേക്കുന്ന കാര്യം ഉറുമ്പിനെ കണ്ട് വിജ്ഞാനിയാണ്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഉറുമ്പല്ല, ഉറുമ്പിന് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അറ്റ് ദി സെയിം ടൈം ദൈവത്തെ മറന്ന് ഉറുമ്പായാൽ അത് ബുക്ക് ചെയ്യത്തില്ല, ചെയ്യും ഇല്ല. അപ്പൊ ഞാൻ ഈ വിഗ്രഹാരാധനയുടെ കാര്യം ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യുക. നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട ലവ്, ദൈവത്തിന് കൊടുക്കേണ്ട ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. സിറ്റിമിൽ വെച്ച് അവർ വിഗ്രഹാരാധന നടത്തി, വിശുദ്ധിക്ക് വേണ്ടി അവർ കാക്ഷിച്ചില്ല. കാരണം ബൈബിൾ പറയുന്നത് വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. ആണോ? നോ. അപ്പൊ പിന്നീട് അപ്പൊ ഇത് നമ്മൾ അവിടം വരെ ഇസ്രായേൽക്കാർ. ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്പേഴ്സ് 21 പെട്ടെന്ന് ഓർമ്മിച്ചു. അതിന്റെ 21 4 തുടങ്ങി. പെട്ടെന്ന് വായിക്കാം. ഏകവും ദേശം ചുറ്റുവളഞ്ഞു പോകാൻ അവർ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വലിയ യാത്ര പുറപ്പെട്ടു. വഴിക്ക് വെച്ച് ജനങ്ങൾ അക്ഷമരായിരുന്നു. ജനങ്ങൾ ദൈവത്തിനും മോശയ്ക്കും എതിരായി സംസാരിച്ചു. ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ നിങ്ങൾ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്തിന്? ഇവിടെ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല. ഈ കെട്ട ഭക്ഷണം ഞങ്ങൾ വെറുക്കുന്നു. അപ്പോൾ കർത്താവ് ജനങ്ങളുടെ ഇടയിലേക്ക് ഉഗ്രസർപ്പങ്ങളെ അയച്ചു. സർപ്പദംശനം ഏറ്റ് അനേകം ഇസ്രായേൽക്കാർ മരിച്ചു. ജനങ്ങൾ മോശയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്ത് കർത്താവിനും അങ്ങേക്കും എതിരായി ഞങ്ങൾ സംസാരിച്ചു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാൻ. അപ്പൊ ഇവിടെ അവര് വഴിക്ക് വെച്ച് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്ലേഗ്. അപ്പൊ ഇതില് ഏതോ ദേശം ചുറ്റി വളഞ്ഞു പോകാൻ അവർ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ യാത്ര തിരിച്ചു. വഴിക്ക് വെച്ച് ജനങ്ങൾ അക്ഷമരായി. അത് ഇംഗ്ലീഷ് നോക്കി. ഫോർ. Then they journeyed from Mount Hor by the way of the Red Sea to go around the land of Egypt. And the soul of the people became very discouraged on the way. On the way. റീസൺ എന്താ? അതായത് ഇത് 11 ദിവസം യാത്രയേ ഉള്ളൂ. പെട്ടെന്ന് കാനാനി കയറാൻ വേണ്ടി പോകുന്നതാ. എങ്കിൽ അവർ ഡിസ്കറേജ് ആകത്തില്ലായിരുന്നു. ആകുമോ? പക്ഷെ 20 വർഷം കഴിഞ്ഞുള്ള സംഭവം ഇത്. 20 വർഷം കഴിഞ്ഞിട്ട് എവിടെ തന്നെയാ? വട്ടത്തിൽ തന്നെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. മടുത്തു. കാരണം അതാ ഇവര് കോറഹിന്റെ ലഹളയിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ പാലും തേനും എഴുതുന്നു ദേശത്ത് കൊണ്ടുവരാനും പറഞ്ഞ് കൊണ്ടുവന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇവിടെ ഇവര് പറയുന്ന കാര്യമുണ്ടോ നോക്ക്. ഈ മന്ന ഇവർക്ക് കിട്ടിയതാ. മന്ന കിട്ടിയപ്പോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു? ആഫ്റ്റർ 20 years ഇപ്പൊ എങ്ങനെയാ ടേസ്റ്റ്? നമ്മള് രക്ഷിക്കപ്പെട്ട ഭയങ്കര ആവേശവും ടേസ്റ്റും ഉത്സാഹവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാ? മേ ബി ആഫ്റ്റർ എത്ര വർഷമായി മതി ഭയങ്കര ഉത്സാഹം കൂടുകയത്. ഓക്കെ, അതിനോ ഇനി എങ്ങനെയാ ബീന ചിരിക്കുന്നത്? ഇപ്പൊ നോക്ക്, ഇവര് ഇത് നല്ല മധുരമായിരുന്നത് ഇപ്പോ കേട്ടായി. പിന്നെ ഇവര് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവിടെ കിട്ടുമായിരുന്ന വെളുത്തുള്ളി, മത്തങ്ങ, സവാള. സോ കുറെ കഴിഞ്ഞപ്പോ ഈജിപ്റ്റ് ആയിരുന്നു. ഈ അടുത്ത ദിവസം അല്ല റെജി എന്നോട് പറഞ്ഞു. അതായത് മർത്തോമസാവ് വിട്ടു വന്ന ആളാ. അവിടെയുള്ള അടിമത്വം, അവിടെയുള്ള, ഞാൻ ഈജിപ്തിലെ കാര്യം പറയാം, അവിടെയുള്ള കഠിന പീഡനങ്ങളും അല്ലെങ്കിൽ ദൈവവചന ഇല്ലായ്മയൊക്കെ കണ്ടു വന്ന് ഇക്കരെ കടന്ന് കുറെ കഴിഞ്ഞപ്പോൾ തോന്നി അവിടുത്തെ മത്തങ്ങയും അവിടുത്തെ വെള്ളരിക്കയും, അവിടെ മീൻ കിട്ടുമായിരുന്നു, നൈൽ നദിയിൽ മീനും ഒക്കെ കിട്ടുമായിരുന്നു. മീനിന്റെ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി നൗ ഈജിപ്റ്റ് ഈസ് ബെറ്റർ ദാൻ ഈ മരുഭൂമി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാനാൻ. സെയിമാ. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതിനേക്കാൾ നല്ലത് മറ്റേതായിരുന്നു? ഈ സിറ്റുവേഷനാണ്. ഇതൊരു പ്ലേഗാ. പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ വൈറസ് കടിച്ചു, അല്ലെങ്കിൽ ബാക്ടീരിയ കടിച്ചു. മൂന്നും കടി തന്നെയാണ് അല്ലേ? പാമ്പ് ഇച്ചിരിയോടെ വലിയ സാധനം, വൈറസ് കാണാനില്ല, ബാക്ടീരിയ ഇത്തിരിയോടെ ചെറിയ സാധനം. എല്ലാം ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങളാണ്.
അപ്പൊ ചെറിയ ചെറിയ ജീവി കടിക്കണോ വലിയ ജീവി കടിക്കണോ എന്നൊക്കെ ദൈവം തീരുമാനിക്കുന്നു. ഇവിടെ വലിയ ജീവിയെ കടിച്ചത്. സംഭവം എന്തായിരുന്നു? ദി വിഗർ ആൻഡ് വൈറ്റാലിറ്റി ഓഫ് യുവർ ക്രിസ്ത്യൻ ലൈഫ് ഡിസപ്പിയർഡ്. കർത്താവിലുള്ള ഉണർവും ആവേശം പോയിട്ട് തണുപ്പായി. ആദ്യം നല്ല മധുരമായിരുന്നു. ഇതിന് മന്ന തേൻ ചേർത്ത് അട പോലെ ഇരുന്ന സാധനം ഇപ്പൊ എന്താ പറയുന്നത്? എങ്ങനെ ആരും ഇപ്പൊ എങ്ങനെ ഉത്സാഹം കൂടിയ കുറഞ്ഞു? അതേ ഒരു തണുപ്പാണ്. ഇതൊക്കെ ഈ കാര്യങ്ങൾ എത്ര നാളായിട്ട് ഈ സെയിം കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കർത്താവ് വെള്ളത്തിന് മോളിക്കണ നടന്ന കാര്യവും തക്കായി മരത്തെ പെടുത്തി കയറിയ കാര്യം, ഇതൊക്കെ സെയിം തിങ് ഇത് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ കോറൊക്കെ പറഞ്ഞു. മോശയ്ക്ക് മാത്രമല്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ ഈ മഞ്ഞയ്ക്ക് രുചിയില്ലാതായി. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമുക്ക് രക്ഷിക്കപ്പെട്ടിട്ട് കുറെ വർഷങ്ങളായതുകൊണ്ട് പുതിയ ആൾക്കാരുടെ എല്ലാം ഉണ്ട്. ഇതിപ്പോ ഇവരൊക്കെ നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് 1 വർഷമാകാത്തവരാ. ഇപ്പൊ ജിജോ സോണിയൊക്കെ നിങ്ങൾക്ക് ഈ മഞ്ഞയുടെ രുചി കുറയാനുള്ള കാലം ആയിട്ടുണ്ടോ? നല്ല തേനടയാ. ഹൗ ഇറ്റ് വുഡ് ബി ആഫ്റ്റർ 20 years? ക്യാൻ യു പ്രെഡിക്റ്റ്? എന്ത് പറഞ്ഞു ജിജോ? ആയിരിക്കണം. ദാറ്റ് ഈസ് അവർ ഡ്രീം. ദാറ്റ് ഈസ് മൈ ഡ്രീം. അറ്റ് ദി സെയിം ടൈം ഇസ്രായേൽക്കാർ ഇപ്പൊ പറയുന്നത് ഈ കെട്ട ഭക്ഷണം ഞങ്ങള് വെറുക്കുന്നു. ഇതിനകത്തൊന്നും ഒരു താല്പര്യം, ഇതിലൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞത് എത്ര പേരെ ഞാൻ കണ്ടു. ഈ പെന്തിക്കോസിൽ വന്നിട്ട് കത്തോലിക്കിലേക്ക് പോയ ഒരാൾ കുറെ കാലം മുമ്പ് ഞാൻ കേട്ടു. അത് പറഞ്ഞു ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. പിന്നെ യാക്കോബേന്ന് പെന്തിക്കോസിൽ വന്ന ഒരാളുമായിട്ട് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്, ഇതിനൊന്നും ഒരു വ്യത്യാസം. കുറെ കഴിയുമ്പോൾ നോക്കും, സോളമൻ വാസ് ദി വൈസസ്റ്റ് മാൻ. ഈ ശിവരാജ്ഞി, ഞാൻ വീണോട് ഒരു ക്വിസ് ചോദിക്കാം. ശിവരാജ്ഞി സോളമന്റെ അടുത്തേക്ക് വന്ന എന്തിനു വേണ്ടിയാ? Why she came? More than 3,000 kilometers away. What sort of ജ്ഞാനം? സോളമൻ ഒരു ബോട്ടണിസ്റ്റ് ആയിരുന്നു. എല്ലാ പ്ലാന്റുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? സോ ഈ ഫസ്റ്റ് കിങ് 10:1 ഒന്ന് വായിച്ചു. ബീന നോക്കിയോ? 10:1 ഫസ്റ്റ് കിങ്സ്. See, he was famous 3,000 kilometers away because of his relation with the Lord. കർത്താവിനെ അനുസരിച്ച് നടന്ന സോളമൻ കുറെ കഴിഞ്ഞപ്പോൾ സോളമൻ പറയാം, മൃഗത്തിന്റെ ആത്മാവ് അടിയിലേക്കാണോ പോണേ മുകളിലേക്കാണോ പോകുന്നത്? രണ്ടിനും ഒരേ ഗതി. മനുഷ്യന്റെ മുകളിലേക്ക് മൃഗത്തിന്റെ ആത്മാവ്. പിന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല. അല്ല, പിന്നെ ഇതെല്ലാം പിന്നെ എങ്ങനെയെങ്കിലും മാക്സിമം എൻജോയ് ചെയ്യുക. എന്റെ കണ്ണിൽ ആഗ്രഹിക്കുക ഒന്നും ഞാൻ തടഞ്ഞു വെച്ചിട്ടില്ല. ഇത് തിന്നുക, കുടിക്കുക, രസിക്കുക, ഇതിനേക്കാൾ വലുതായിട്ട് ഒന്നും മനുഷ്യന് കിട്ടാനില്ല. നമുക്ക് സോളമൻ ഇത് സംഭവിച്ചെങ്കിൽ എനിക്കിത് സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ വിട്ടിയ. അതാണ് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നോക്ക് ഇപ്പൊ ഈ എന്താ പറയുന്നത്, ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു ബിലീവറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ എന്ത് കഴിക്കുന്നു? പാല് കഴിക്കുന്നു, അല്ലേ? അപ്പൊ പാല് കഴിക്കുന്ന, ഇപ്പൊ നോക്ക് ഈ ഇസ്രായേൽക്കാരുടെ കൺസെപ്റ്റില്, അതായത് ഒരു ശിശു ഉണ്ടാകുമ്പോൾ അവൻ അവകാശിയാണ്. പക്ഷെ അവൻ അവകാശിയായി അവർ അംഗീകരിക്കുന്ന എപ്പോഴാണ്? അല്ല, വയസ്സൊക്കെ വിട്. ഇത് ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്, ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. എപ്പോഴാണ് അവൻ അവകാശിയായെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്? മുലകുടി നിർത്തുമ്പോഴാണ്. ഇപ്പോഴും പാല് കുടിക്കുന്നവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും പാല് കുടിക്കുന്ന എപ്പോൾ വേണേലും അവനെ അവകാശിയായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. മീൻസ് ഇവന്റെ വിശ്വാസം, ഇവിടെ ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരാളിനോട് 3 വർഷം കഴിഞ്ഞ് പറയാം. 3 വർഷം കഴിഞ്ഞപ്പോ nowhere. So if you are not matured in the scripture, you are a babe still drinking milk. എന്ന് വേണേലും പോവാ. ഇതിന്ന് അവകാശിയായിട്ട് എണ്ണാൻ പറ്റത്തില്ല. Am I correct? എപ്പോൾ വേണേലും ഇതിനൊക്കെ നല്ലൊരു ടീച്ചിങ് കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും. ഓരോരോ ഓളങ്ങളുടെ കാറ്റിപ്പെട്ട് അങ്ങോട്ട് പോകും, ഇല്ലേ? ഇപ്പൊ യഹോസാക്ഷി ഒരു രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ഒരാളിനോട് പറഞ്ഞ ഒന്ന് നല്ല ബൈബിൾ ക്ലാസ് ആണ്. ഒരു യഹോസാക്ഷിക്കാരൻ എന്നും ഒന്ന് നല്ലപോലെ ബൈബിൾ പഠിപ്പിക്കുമായിരുന്നു. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ. ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഈ വിശ്വാസി നിലനിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണു പോകുന്നല്ല, പ്രൊവൈഡഡ് വീഴില്ല. എപ്പോഴും വീഴാതിരിക്കുന്നതെന്ന് അറിയാം. ഞാൻ ഇന്ന് ശിശുവാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ വീഴില്ല, അല്ലെ വീഴും, ഉറപ്പായിട്ടും വീഴും. ഇഫ് യു ആർ ഗോയിങ് ടു ഹീബ്രൂസ് 5 എടുക്കുമ്പോൾ
ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതിന്റെ അർത്ഥം അറിയാം. ഏളമാന് ചാട്ട അറിയില്ല. എന്താ പറയുക ഇതിന്റെ അർത്ഥം? ടേബിൾ അറിയാം, ഏളമാന് ചാട്ട അറിയില്ല. മലയാളത്തിലെ പ്രോവർബ്സ്. സോണിക്കറിയാം, കേട്ടിട്ടില്ല? ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്താ ഇതൊന്ന് വായിച്ച 5-ന്റെ ചേച്ചിയൊക്കെ അറിയാം. ഏളമാന് ചാട്ട അറിയില്ല എന്ന് പറഞ്ഞു. ആദ്യം പിന്നെ പറയുന്നത് വായിച്ചു. 5-ന്റെ 13-14. ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ അല്ലല്ല, അവിടെ മുഴുവൻ വായിക്കണ്ട, അതിന്റെ 13-14 വായിച്ചാൽ മതി. അല്ല, 12 തുടങ്ങി വായിച്ചു. ഇതിനകം അത് കാരണം ഇതിനകം തന്നെ നിങ്ങൾ അധ്യാപകരാകേണ്ടതായിരുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ വീണ്ടും പഠിപ്പിക്കാൻ ആരെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് പാലാണ്, ഫലഭക്ഷണമല്ല. പാല് കുടിച്ച് ജീവിക്കുന്നവൻ ശിശുവായതുകൊണ്ട് നീതിയുടെ വചനത്തിന്റെ അശിഷ്യതനാണ്. പ്രായപൂർത്തിയായവർക്കാണ് ഫലഭക്ഷണം. നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ സുശിക്ഷിതമായ കഴിവുകൾ അവർക്കുണ്ട്. നോക്ക്, സ്റ്റിൽ ഇഫ് യു ആർ നോട്ട്, നീതിയുടെ വചനത്തിന്റെ കാര്യത്തിൽ സുശിക്ഷിതമായിട്ടുള്ള കഴിവ് ഇല്ല എങ്കിൽ യു ആർ എ ചൈൽഡ്. പാല് കുടിക്കുന്ന ആളാ. പാല് കുടിക്കുന്ന ആള് നോക്ക്, ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ അബ്രാഹത്തിന്റെ ഡിസെൻഡൻസുമായുള്ള ബന്ധത്തിൽ എഴുതിയേക്കുന്നിടത്ത് 400 വത്സരവും അബ്രാഹത്തിന് വാഗ്ദത്തം കിട്ടിയതുമായിട്ടുള്ള ബന്ധത്തിൽ എഴുതിയേക്കുന്നിടത്ത് 430 വർഷമാണ്. സി വൈ ദി ഡിഫറൻസ്? ഒന്ന് 400 വർഷം, ഒന്ന് 430 വർഷം. വേറാസ് 25 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു 5 വർഷത്തെ ഗ്യാപ്പ് അവിടെ കിടക്കുന്നതിന്റെ റീസൺ, ഇസഹാക്കിന് വാഗ്ദത്തം 75 വയസ്സിൽ കൊടുത്തു, 100 വയസ്സിൽ കുഞ്ഞുണ്ടായി. പക്ഷെ 30 വർഷത്തെ വ്യത്യാസം വരാൻ കാരണം 5 വർഷം കഴിഞ്ഞാണ് ലീഗൽ ഹെയർ ഉണ്ടായതായിട്ട് അവർ അംഗീകരിച്ചുള്ളൂ. അതാണ് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒത്തിരി ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു ഈടാട്ടം. ദാറ്റ് മീൻസ്, അതായത് മുലകുടി മാറിയില്ലെങ്കിൽ അവകാശമുള്ളതായിട്ട്, കാരണം അന്ന് ഈ ചൈൽഡ് മോർട്ടാലിറ്റി കൂടുതലാണല്ലോ പണ്ടത്തെ കാലത്തിൽ, ഒത്തിരി പിള്ളേർ മരിച്ചു പോകും. അപ്പം അതുകൊണ്ടാണല്ലോ 5 വയസ്സിലല്ലേ പിള്ളേർ സ്കൂളിൽ ചേർക്കുന്നത്. 5 വയസ്സ് വരെ നമുക്ക് പിള്ളേരെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം, 5 വയസ്സ് വരെ ദേ ആർ പ്രോൺ ടു ഡിസീസ് അല്ലേ, ചെസ്റ്റ് ഇൻഫെക്ഷൻ, അത് ഇത് തുമ്മുടെ ജീവിതത്തിലൊക്കെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് നീതിയുടെ വചനത്തിൽ അശിക്ഷിതനാണെങ്കിൽ യു ആർ എ ബേബ് ഡ്രിങ്കിങ് മിൽക്ക്, ഒരു അവകാശം ഉണ്ടായതായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. യു മേ ഫോൾ അറ്റ് എനി ടൈം. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല, ഞാൻ പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ യു വിൽ നോട്ട് ഫോൾ. അല്ലെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് എത്തിപ്പെടാവുന്ന കാര്യമല്ല ഇത്. നോ, ഇത് ലൈഫ് ടൈം സിലബസ്, ഇത് കോഴ്സാണ്. പോൾ പറഞ്ഞു, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ കോഴ്സ്. ഈ ഇവിടെ കോഴ്സിന് ജോയിൻ ചെയ്തേക്കുന്ന ഈ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾ തന്നേക്കുന്ന സിലബസ് പഠിക്കാതെ നിങ്ങൾ പാസ്സാകുമോ? പക്ഷെ എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, തന്നേക്കുന്ന സിലബസ് പഠിക്കാതെ പാസ്സാകാവുന്ന ഒരേ ഒരു ഫീൽഡ് സ്വർഗ്ഗമാണ്. അതിനൊരു സിലബസും പഠിക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്, ഈ പുസ്തകം അടച്ചു വെച്ചാലും സ്വർഗത്തിൽ പോകാം. കോഴ്സ് ജോയിൻ ചെയ്തേക്കുക, പക്ഷെ ഈ സിലബസ് പഠിക്കാതെ പാസ്സായി കയറാൻ പറ്റുന്ന ഏക സ്ഥലം സ്വർഗ്ഗ. ദാറ്റ് ഈസ് ദി മെസ്സേജ്. ആര് തന്ന മെസ്സേജ്? പോൾ പറഞ്ഞു. പോൾ എഫേഷ്യൻ എൽഡേഴ്സിന് ഗുഡ് ബൈ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോവാണ്, നിങ്ങളെ അവിടെ കണ്ടുമുട്ടണമെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം അല്ലേ, ഈ വചനത്തിന് നിങ്ങളെ ഫലം ഏൽപ്പിക്കുക. വചനത്തിന് സറണ്ടർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാത്ത ആരും നിത്യതയിൽ എത്തിപ്പെടും എന്ന് വിശ്വസിക്കാൻ there is no guarantee. എത്തിപ്പെടും. കുരിശെ കാണുന്ന ആളിനെ എത്തിപ്പെട്ടു. ബൈബിളും വായിച്ചിട്ടില്ല, പെന്റാറ്റൂക്കും വായിച്ചിട്ടില്ല, ഒന്നും വായിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ട് പിറ്റേ ദിവസം മരിക്കുവാണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷെ ജീവൻ തന്നാല് വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ യു വിൽ നോട്ട് സീ ദി ലോർഡ്. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വചനം ജീവിതത്തിൽ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. അതിന് വേണ്ടിയിട്ട് ദൈവം ആയുസ് തന്നേക്കുന്നു. പക്ഷെ നമ്മളെന്താ വിചാരിക്കുന്നത്? ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഞാൻ വീട് വെച്ചു, പിള്ളേരെ കെട്ടിച്ചു വിട്ടു, പിള്ളേർ ഗൾഫിൽ പോയി, പിള്ളേർ അതായി ഇതായി, ഇതിനു വേണ്ടി ആയുസ് തന്നേന്ന് വിചാരിച്ചേക്കുന്നു. നോ, അതായത് നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജീവിക്കാനുള്ള ട്രെയിനിങ് ദൈവം ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നു. ആ കൂടെ പലതും നടക്കുന്നുണ്ട് അല്ലേ, കഞ്ഞി കുടിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ഡിഫറെന്റ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, അവർ വിഗ്രഹാരാധനയിലേക്ക് പോയി, അവരെ പ്ലേഗ് പിടിച്ചു. ഇവിടെ യാത്രയിൽ വെച്ച് യാത്രയിൽ മടുപ്പ് തോന്നി, കാരണം യാത്ര നീണ്ടു പോവുക. ഇപ്പൊ ദൈവം ആയുസ് തന്നാലും എത്ര വർഷം ജീവിക്കണം? എന്തൊരാഗ്രഹം, ഇനി 50 വർഷത്തോടെ ജീവിക്കണം എന്ന് പറയും. ഞാൻ പറഞ്ഞത് ഒരു കൺവെൻഷനലി സെയിങ്,
80 years ആൻഡ് എബോവ് ദീർഘായുസ അല്ലേ? അതുപോലെ പിന്നെ 80 years 80 അല്ല പോരെന്നുള്ളതല്ല, 80 വർഷം കിട്ടിയ ഒരു ഇപ്പൊ എത്ര നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം തീരുമാനിക്കുന്നതൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പൊ 100 വർഷം, ഇപ്പൊ അടുത്ത ഒരാൾ പറഞ്ഞു കേട്ടോ 100 വയസ്സ് വരെ ജീവിക്കണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് എന്നാൽ പിന്നെ ഒന്നും കൂട്ടാൻ പറ്റില്ല. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആയതിന്റെ ജഡ്ജ്മെന്റ് കിട്ടാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഇത്തിരിയുടെ ബെറ്റർമെന്റ് നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടുന്ന ഏറ്റവും നല്ലത്. വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് 80 വയസ്സ് ആൻഡ് എബോവ് ദീർഘായുസ അല്ലേ? അപ്പൊ നമുക്ക് 80 വയസ്സ് കിട്ടണമെങ്കിൽ എനിക്ക് തന്നെ ജീവിക്കണം 10-20 വർഷം. ഈ പിള്ളേരൊക്കെ ഇനി 50 വർഷവും 60 വർഷവും ജീവിക്കുമ്പോൾ ഈ ടേസ്റ്റ് കുറയോ എന്നുള്ളതാണ് ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അഞ്ച് എന്ത് പറയുന്നു? ഇപ്പോൾ ഉള്ള ടേസ്റ്റ് കാണും 10 വർഷം കഴിയുമ്പോൾ എന്ത് പറയുന്നു? ടേസ്റ്റ് ഈ സെയിം ടേസ്റ്റ് ആയിരിക്കും, അത് കൂടണം. അപ്പൊ നമ്മൾ നോക്കുക, ഇതിലെ ഡിസ്ട്രാക്റ്റിംഗ് എലമെന്റ്സ് ആണ്. നമ്മളിത് ടൈമിങ് ലാസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പറയാം, ഈ കർത്താവ് സദ്യ ഒരിക്കലും വിളിച്ചു, 3 പേരെ വിളിച്ചു. ഒരാൾ പറഞ്ഞു ഈ കാള കൂട്ടാനുണ്ടോ? ഈ കാള പോവില്ല, കാള ഉണ്ട്, അതൊരു എക്സ്ക്യൂസാ ഇല്ലേ, കാള കൂട്ടാനുണ്ട്, അത് കാരണം ഇപ്പൊ സമയമില്ല. വേറൊരാൾ പറഞ്ഞു സ്ഥലം മേടിച്ചു. സ്ഥലം ഡിസപ്പിയർ ചെയ്യോ? സ്ഥലമുണ്ട്, സ്ഥലം നോക്കാൻ പോകണം. ഇത് കഴിഞ്ഞാൽ നോക്കാം, സ്ഥലം ആരെങ്കിലും കൊണ്ടുപോകും. വേറൊരാൾ പറഞ്ഞു എന്ത് പറഞ്ഞു? ജസ്റ്റ് മാരീഡ്, അതുകൊണ്ട് ഇപ്പൊ സമയമില്ല. ഈ കല്യാണം കഴിഞ്ഞ അച്ചായന്മാരോട് ചോദിച്ചോണ്ട് കല്യാണം കഴിഞ്ഞപ്പോ എങ്ങനെ കർത്താവിൽ ഉഷാറായോ താഴെ പോയോ? എങ്ങനെ സോണി ബീന കല്യാണം കഴിഞ്ഞ് ഉച്ചയോട് ഉഷാറായോ താഴെ പോയോ? എല്ലാരോടും ചോദിക്കുന്ന ഇതിപ്പോ ഇവരൊക്കെ ഇപ്പൊ വന്നോളൂ, അവരോട് ചോദിച്ചാൽ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട ആൾക്കാരും കല്യാണം കഴിയുമ്പോൾ എങ്ങനെയാ ഉഷാറാവോ താഴെ പോകും? കല്യാണം കഴിക്കാനുള്ള പിള്ളേരും ചോദിച്ചു. എന്താ പറയുക, ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഉഷാറായോ താഴെ പോയോ? അത് ചിരിക്കുന്നത് ഭാര്യ കേൾക്കില്ല, അതുകൊണ്ടാണ്. ശരി, നമ്മൾ ഇപ്പൊ രക്ഷിക്കപ്പെട്ടും പെടാത്ത കാര്യമൊക്കെ പെടും. രക്ഷിക്കപ്പെട്ടത് 2 പേരെങ്കില് കല്യാണം കഴിഞ്ഞ് താഴോട്ട് പോയെങ്കിൽ ഇറ്റ്സ് എ ട്രാജഡി, ഇത് പറയാൻ പറ്റും. കാരണം ഇതെല്ലാം ഡബിൾ സ്ട്രെങ്ത് ആകേണ്ടതാണ് അല്ലേ? കാരണം അതിനു മുമ്പ് 24 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര മണിക്കൂറുണ്ട്? 48 മണിക്കൂറുണ്ട് ഇല്ലേ റജി? അതേ പറഞ്ഞു. 48 മണിക്കൂറിന്റെ ഇൻപുട്ട് കർത്താവിന് വേണ്ടിയിട്ട് ഇറക്കേണ്ടവരാ. പക്ഷെ യു ക്യാൻ മൾട്ടിപ്ലൈ ബൈ 2, സംടൈംസ് യു വിൽ ഡിവൈഡ് ബൈ 2, സംടൈംസ് യു വിൽ ഡിവൈഡ് ബൈ 0. ഇതെല്ലാം പോസിബിളാ. ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ജീവിതയാത്ര അങ്ങ് ഓടി എത്തിക്കണമെങ്കിൽ ഇവരെ പ്ലേഗ് വന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തില് ഉത്സാഹം കുറഞ്ഞാൽ യു ആർ പ്രോൺ ടു പ്ലേഗ്. ബൈബിളിലെ എക്സാമ്പിൾ അത്. ഞാൻ വെറുതെ കുറെ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതല്ല. നോ, കർത്താവിന്റെ കാര്യത്തില് നമുക്ക് ഒരിക്കലും ഉത്സാഹം കുറയാൻ പാടില്ല. എങ്ങനെ എഴുതിയേക്കുന്നത്? റോമൻസ് 12:11 വായിക്കാം. വായിക്കും. അടങ്ങാത്ത ശുഷ്കാന്തിയോടെ ആത്മാവിനാൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ സേവിക്കുക. അതെ, അടങ്ങാത്ത ശുഷ്കാന്തി കാണും, പക്ഷെ ജ്വലിക്കുന്നത് ആത്മാവിനാലായിരിക്കില്ല ചിലപ്പോ. അതുകൊണ്ടാണ് അടങ്ങാത്ത ശുഷ്കാന്തിയോടെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ സേവിക്കുക. എങ്ങനെ നമ്മുടെ ശുഷ്കാന്തി ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണോ? സിംബോളിക്കലി നിയമത്തിൽ എഴുതി, ലെവിറ്റിക്കസ് 6:13 ഒന്ന് വായിച്ചു. ഇംഗ്ലീഷ് വായിക്കാം, മീന വായിക്കാം, സത്യദിവസം വായിച്ചാൽ മതി. A fire shall always be burning on the altar. It shall never go out. എങ്ങനെയാ? How is your altar? ഫയർ ഉണ്ടോ? അതെയോ വെള്ളം ഒഴിച്ച് ഫയർ കെടുത്തിയേക്കുവാണോ? ബീനൊന്ന് വായിക്കാമല്ലോ. അങ്ങനെയാണോ ബീന? Is it like that? തീ കത്തുന്നുണ്ട് എപ്പോഴും. യാഗപീഠം നമ്മുടെ ലൈഫാ. ഇറ്റ്സ് എ ലിവിങ് സാക്രിഫൈസ്. ഇതിനകത്ത് ഇങ്ങനെ തീ കത്തുന്നുണ്ട് എപ്പോഴും. തീ ഇറങ്ങട്ടെ എന്നുള്ള തീ ഇറങ്ങുന്നുണ്ടോ ജീവിതത്തിൽ എപ്പോഴും? യാഗപീഠത്തിൽ തീ കെട്ടി കഴിഞ്ഞ് നോക്ക്, then life is finished.
കർത്താവിലൊരു തണുപ്പ് വന്ന് തീർന്നു, ഫിനിഷ്. പിന്നെ അതിനകത്ത് ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുകയേ വേണ്ട. കാരണം ആത്മാവ് ഉള്ള മനുഷ്യര്, അതുകൊണ്ടാണ് ആത്മാവിനാലും അഗ്നിയാലും ഉള്ള സ്നാനം. ഈ ആത്മാവിനുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ തീക്കകത്ത് ജീവിക്കുക. നമ്മൾ വായിക്കുന്നുണ്ട്, ജ്വലിക്കുന്ന അഗ്നിയോടൊത്ത് ആർക്ക് വസിക്കാൻ കഴിയും. എവിടെയാണ് വിജയിക്കുന്നത്? ഫലം പറഞ്ഞു. ഞാൻ റിജിയോടെ ചോദിച്ചത്. അതായത് ജ്വലിക്കുന്ന അഗ്നിയോടൊത്ത് ജീവിക്കാൻ എല്ലാവരും കൊണ്ടും പറ്റത്തില്ല. നോ, ഇത് ഭയങ്കര ഡേഞ്ചറസ്. കർത്താവിന്റെ അടുത്ത് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, കൺസ്യൂം ചെയ്യും. നമ്മൾ എന്താ പറയുന്നത്? ഏലിയ ബലി അർപ്പിച്ചു, ചുറ്റും വെള്ളമൊക്കെ കോരി ഒഴിച്ചു, ഇല്ലേ? നക്കിയെടുത്ത് എഴുതിയിരിക്കുന്നു, കഴിച്ചില്ലേ? ദാറ്റ് ഈസ് ഗോഡ്. അതിന് വെള്ളമൊന്നും പ്രശ്നമല്ല. കടലില് തീ കത്തും. സോ അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ ജീവിതയാത്രയില് മടുപ്പ് തോന്നിയാല്, കർത്താവിന്റെ കാര്യത്തിൽ തണുപ്പ് തോന്നിയാല്, there is no protection. That's what I want to tell. മന്നയ്ക്ക് രുചിയില്ല. കാരണം എന്താ? യാത്ര നീണ്ടുപോയി. അതായത് പറഞ്ഞു, നമ്മളിനി ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു തീർത്ഥാടനം പോലെയല്ല, 25 നോയമ്പ് പോലെയല്ല, 3 നോയമ്പ് പോലെയല്ല, 50 നോയമ്പ് പോലെയല്ല. നോയമ്പ് കഴിഞ്ഞാൽ തിരികെ വരുമ്പോ അല്ല ആഘോഷം. അതല്ല ഇത്. ഇറ്റ്സ് എ കവനന്റ് ടിൽ ഡെത്ത്. മരണത്തിലെ ഇത് നമുക്ക് ഇവിടുത്തെ പ്രൊബേഷൻ തീരത്തുള്ളൂ. കല്യാണത്തിൽ പറയും മരണം നമ്മെ വേർപെടുത്തുന്ന വരെ. ഇവിടെ മരണം വേർപെടുത്തുവോ? മരണം ഒന്നിപ്പിക്കുകയോ. അപ്പൊ അതുകൊണ്ട് ഇവര് പ്രോൺ ടു അറ്റാക്ക് ആയത് ഇവര് യാത്രയിൽ മടുത്തപ്പോഴാണ്. അതുകൊണ്ട് ഐ സ്ട്രോങ്ലി എൻകറേജ്, യാത്രയിൽ ഒരിക്കലും മടുപ്പ് തോന്നാൻ പാടില്ല. കർത്താവിന്റെ കാര്യത്തിൽ തണുപ്പ് തോന്നാൻ പാടില്ല. റീസെന്റ് നമ്മൾ വായിച്ചു, അതിനോ നീണ്ടു പോകുന്നുണ്ടെന്ന് അറിയാം, ഉറക്കം വരുന്നുണ്ടെന്ന് അറിയാം, സ്റ്റിൽ ഐ കനോട്ട് സ്റ്റോപ്പ്. തൂത്തിക്കോസ്. എന്താ ഉറക്കം തൂങ്ങി വീഴാൻ കാരണം എന്താ? Somebody is getting sleepy, I know it. But ഉറക്കം തൂങ്ങി വീണത് കൊണ്ട് പൗലോസ് പ്രസംഗം നിർത്തിയോ? ആള് ബോധം കേട്ട് വീണു, മരിച്ചു, അങ്ങനെ എഴുന്നേറ്റിട്ട് വീണ്ടും ആ പ്രസംഗം തുടങ്ങുന്നതായിരിക്കും. എന്താണ് എല്ലാവരും ടയർഡായി സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണോ? ഇത് ഹി കണ്ടിന്യൂഡ് ഇറ്റ്. അപ്പൊ നമ്മളിങ്ങനെ യാത്രയിൽ തളരുന്നവരാണ്. Okay, the only energy with which you can run is കർത്താവിനോടുള്ള സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. The love towards the Lord. അതെവിടെ എഴുതിയിരിക്കുന്നത്? ദിയ ഉറക്കം വരാതിരിക്കാൻ ചോദിക്കുന്ന എവിടെ എഴുതിയിരിക്കുന്നത്? എന്താ? കൊറിന്ത്യൻസ് എന്നൊരു ബുക്കില്ല. സെക്കൻഡ് കൊറിന്ത്യൻസ്. അതായത് നമുക്കിപ്പോൾ വിമാനമുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, A320 ഉണ്ട്, 380 ഉണ്ട്, ഇനി ഇവിടെ വലിയ ഒരു ചരക്ക് വിമാനമുണ്ട്. എല്ലാത്തിനും ഫ്യൂവൽ ഒന്ന് തന്നെ അല്ലേ? A380 വലിയ വിമാനമാണ്, പക്ഷെ ഫ്യൂവൽ ഒഴിച്ചില്ലേ ഓടുമോ? സെയിം വേ ദി ഓൺലി ഫ്യൂവൽ, തളരാതെ ക്ഷീണിക്കാതെ ഈ വണ്ടി ഓടിക്കാനുള്ള ഓൺലി ഫ്യൂവൽ ഈസ് യുവർ പാഷനേറ്റ് ലവ് ടുവേർഡ്സ് ദി ലോർഡ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാ, സ്നേഹത്തിന് ഈ അഗ്നിയെ കെടുക്കാൻ പറ്റത്തില്ല. ഒരുവൻ തന്റെ സ്നേഹത്തിന് വേണ്ടി തനിക്ക് എല്ലാം ത്രിത്വ തുല്യമാണ്. ഇതാരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? ഹു ഡെമോൺസ്ട്രേറ്റഡ് ദിസ്, ദി പവർ ഓഫ് ലവ്. അതായത് ലവ് കൊണ്ട് തളലില്ല എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ ക്വിക്കായിട്ട് പറഞ്ഞു. നോ, ആരാ ബീന? ക്വിക്കായിട്ട് ആൻസർ പറഞ്ഞു. ആരാ ഏബിൾ? ഇനി ചാൻസ് പോയി. You tell me. ആരാ സോണിയ? ക്വിക്ക് ആൻസറാ, സമയമില്ല, ചിന്തിക്കാൻ സമയമില്ല, പാസ് ചെയ്ത ക്വസ്റ്റ്യൻ. ആരാ ജോൽ? യു റീഡ് Genesis 29:20. മാതൃസഹോദരനായ ലാബാൻ 29:20 ജെനിസിസ്. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 വർഷം ജോലി ചെയ്തു. അയാൾക്ക് അവളോടുള്ള പ്രേമം നിമിത്തം ആ കാലഘട്ടം ഏതാനും ദിവസങ്ങൾ മാത്രമായിരുന്നു. So 7 years became 7 days. So I have to live 30 years or 40 years, but it will be like 40 days for me. I know. I want to love my Lord more than that Jacob loved Rachel.
ഒരു പെണ്ണിന് വേണ്ടി യാക്കോബിന് ഇത്രയും ത്യാഗം സഹിക്കാമെങ്കിൽ ഐ വാണ്ട് ടു ലവ് മൈ ലോർഡ് ഡെഫിനറ്റ്ലി മോർ ദാൻ ദാറ്റ്. 10 തവണ ശമ്പളം കുറച്ചു, ഈ വെയിലും ചൂടും എല്ലാം കൊണ്ടുപോയി തണുപ്പടിച്ചു, എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു പിന്നെ? പ്രായത്തിന് വേണ്ടി. അപ്പൊ നമുക്ക് കർത്താവിന് വേണ്ടി ഇതിനേക്കാൾ ഗ്രേറ്റർ തിങ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യു ടെൽ മീ. എന്ത് പറയുന്നത്? നോക്ക്, 10 തവണ ശമ്പളം വെട്ടിക്കുറച്ചു, ഒരു കടുവ ഒരു ആടിനെ പിടിച്ചാൽ ലാഭം പറയും അതൊക്കെ നിന്റെ ഉത്തരവാദിത്തം, ഇവിടെ എണ്ണ എല്ലാം കൃത്യമായിട്ട് വേണം. കാട്ടുജീവി കടിച്ചു കയറിയപ്പോൾ ലാഭം പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അവിടെ എണ്ണം കറക്റ്റ് ആയിരിക്കും, നോ പ്രോബ്ലം. യാക്കോബ് കാരണം ഈ ടാർഗറ്റ് ഇവിടെ നിൽക്കുന്നതാണ്. യാക്കോബ് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അതെല്ലാം തന്നോളാം. പിന്നെ 10 തവണ ശമ്പളം കൂട്ടുമായിരിക്കും ചെയ്തത്, ശമ്പളം വേരി ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. 10 അതെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. 10 തവണ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് എല്ലാത്തിനും വില കുറഞ്ഞു. ആടിന്റെ കമ്പിളിക്ക് വിലയില്ല, അല്ലെ ആടിന്റെ ഇതാണ്. 10 തവണ ലാഭം ശമ്പളം കുറച്ചു. നോ മർമറിങ്, നോ കംപ്ലൈൻ, ബിക്കോസ് റീസൺ എന്തായിരുന്നു? എന്താ? ഈ യാക്കോബ് റേച്ചലിനെ സ്നേഹിച്ചേക്കാൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റൂല്ലോ? ഇല്ലെങ്കിൽ യു ഗെറ്റ് ഔട്ട് ഓഫ് ദി ഫീൽഡ്, യു ആർ ഔട്ട്, ഓൾറെഡി ഔട്ടാ. ഇത്രയും പോലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റില്ല. കർത്താവിനെ ഫോളോ ചെയ്യുന്നവരാണെന്നും ശിഷ്യന്മാരാണെന്നും രക്ഷിക്കപ്പെട്ടെന്നും എവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കുന്നത്? നോവേർ, ഒരായിടൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. സോ ചിന്താവിഷയം മറന്നിട്ടല്ല, if you are getting tired, you are prone to COVID-19. Otherwise, no, COVID-19 cannot come. Never. I can guarantee on behalf of my Lord. അപ്പൊ നമ്മൾ ചിന്തിച്ചത് കുഞ്ഞാടിന്റെ രക്തം ഒന്നോടെ വായിച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഈ എക്സോഡസ് 12:13 ഒന്നോടെ വായിച്ച്. നിങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ മേൽ രക്തം നിങ്ങളുടെ അടയാളമായിരിക്കും. ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തുകാരെ സംഹരിക്കുമ്പോൾ വിനാശകരമായ വ്യാധി ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. Yes, no plague can approach us, provided കുഞ്ഞാടിന്റെ രക്തം തളിച്ചു. നമ്മൾ കണ്ടന്റഡ് ആണ്, നമ്മൾ വിഗ്രഹാരാധകരല്ല, നമ്മൾ ഡിസ്കറേജ് ചെയ്യത്തില്ല ആരെയും, നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തമെല്ലാം വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെ പോകുന്നവനെ ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. അതാണ് അത്യുന്നതിന്റെ ചെറിയന്റെ കീഴിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ. ദെൻ അവിടെ നോക്ക്, അവർ ഈജിപ്തിൽ നിന്ന് പോകുന്നവരാ. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് പലരും വിശ്വാസികൾ ഈജിപ്തിൽ തന്നെ അല്ലേ. ആ ഒരു സെന്റൻസോടെ റെവലേഷൻ 18:1-4 അവിടെ പ്ലേഗ പറഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം സ്വർഗ്ഗത്തിൽ നിന്ന് വലിയ അധികാരമുള്ള മറ്റൊരു മാലാഖ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മാലാഖയുടെ പ്രഭാപൂരത്താൽ ഭൂമി തിളങ്ങി. ഗംഭീര സ്വരത്തിൽ മാലാഖ ഉദ്ഘോഷിച്ചു, വീണുപോയി, മഹാബാബിലോൺ വീണുപോയി, അത് പിശാചുകളുടെ നിവാസവും സർവ്വ ദുഷ്ടാത്മാക്കളുടെയും പാർപ്പിടവുമായി, അശുദ്ധവും നിന്ദ്യവുമായ സകല പശുവിന്റെയും താവളം. കാരണം സർവ്വ ജനതകളും അവളുടെ ദുർമോഹങ്ങളുടെ വീഞ്ഞു കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവൾ വിചരിച്ചു. അവളുടെ കാമചാബല്യങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഭൂമിയിലെ വ്യാപാരികൾ സമ്പന്നരായി. പിന്നീട് സ്വർഗത്തിൽ നിന്ന് മറ്റൊരു സ്വരം പറയുന്നത് ഞാൻ കേട്ടു, അവളുടെ പാവങ്ങളിൽ പങ്കാളികളാകാതിരിക്കാനും അവൾക്കുള്ള ബാധകളുടെ ഓഹരിക്കാരാകാതിരിക്കാനും എന്റെ ജനമേ അവളെ വിട്ട് പുറത്തു വരിക. And I heard another voice from heaven saying, Come out of her, my people, lest you share in her sins, and lest you receive of her plagues. Yeah, come out of her, my people. അപ്പോ അത് സ്പിരിച്വൽ ബാബിലോണാണ്. കാരണം കർത്താവിന്റെ കുറെ ആൾക്കാർ അതിലുണ്ട്. അപ്പൊ ഇതിൽ ഈ ബാബിലോണി സഭയെന്ന് പറയാം. ബാബിലോണി സഭകളെ കുറിച്ച് എഴുതിയേക്കുന്നത്. ഏതാ ബാബിലോണി സഭ? ഏതാ രക്ഷിക്കപ്പെടാത്ത എല്ലാ സഭയും. സഭ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെടാത്തവർ കൂടി വരുന്ന സഭ. അപ്പൊ ഈ സഭയില്ലായിരുന്നു മറ്റേ നമ്മുടെ ലവോഡീഷ്യൻ ചർച്ച് രക്ഷിക്കപ്പെട്ടതാണ്. അതില് രണ്ടാമത്തെ സഭ തുയത്തൈരാല് സഭ രക്ഷിക്കപ്പെട്ടതാണ്. ദെൻ പിന്നെ ഏതൊക്കെയാ? പെർഗമോസ് രക്ഷിക്കപ്പെട്ടതാണ്. നമ്മളങ്ങനെ ഒരു ഹോൾസെയിലായിട്ട് ഉത്തരം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സി, ഇപ്പൊ പണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് മഹദിയാം ബാബിലോൺ അത് കത്തോലിക്ക സഭയാണ്. അങ്ങനെ പുസ്തകമുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് ദൈവം അതിന് പ്രകാരം അല്ലാതെ എല്ലാ സഭയും ബാബിലോണി സഭയാണ്.
ഇപ്പോൾ കൂടി വരിക, ഡോക്ടറിനെല്ലാം കറക്റ്റ്. അപ്പൊ നമ്മൾ ഇത്രയും പേര് കൂടി വരിക. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാത്തവരാണ് ഇതൊരു ബാബിലോണിയ സഭ തന്നെയാണ്. നമ്മൾ കറക്റ്റ്. കാരണം നമ്മൾ പോകുന്ന കൂട്ടം ദൈവത്തിന് മഹത്വം കൊടുക്കും. കാരണം ബാബേൽ എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മനുഷ്യന് മഹത്വം കൊടുക്കാതെ ബിഗിനിങ് അല്ലെ? ആമേ കറക്റ്റ്. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അവിടെ വ്യക്തികൾക്കോ അല്ലെ ചില സഭകൾ അറിയപ്പെടുന്നത്, ചില മിനിസ്ട്രീസ് അറിയപ്പെടുന്നത് വ്യക്തികളുടെ പേരിൽ, ഇതൊക്കെ ബാബേല ഇത് നോക്കാം. അപ്പൊ ബാബേൽ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയല്ല. അതുകൊണ്ട് കത്തോലിക്ക അല്ലാതെ പെന്തിക്കോ സഭ ബാബേലല്ല എന്ന് പറയുന്നതിൽ ഒന്നും ഒരു കാര്യമില്ല. അതായത് കൂടി വരുന്ന സഭ, ദൈവത്തിന് ഓരോ സഭയും ഇൻഡിവിജ്വൽ സഭയല്ല, ദൈവത്തിന് ഒരു ഡിനോമിനേഷനും ഇല്ല. കൂടി വരുന്ന സഭ അവിടെ കർത്താവിന് മഹത്വം കൊടുക്കാത്ത ദൈവവചന പ്രകാരം പോകുന്നതല്ല എങ്കിൽ അത് ബാബേല, ബാബിലോണി സഭയാ. അതിൽ നിന്ന് ഓടി പോകുന്നില്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാർ ശവാടത്തിന് വേണ്ടി, പിള്ളേരുടെ കല്യാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാരുള്ള ബന്ധത്തിന്റെ പേരിൽ സഭ വിടാത്ത ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടില്ല ലോകത്തില്. അത് ദേ ആർ ഓൾ പ്രോൺ ടു ഓൾ ദീസ് അറ്റാക്ക്. എല്ലാ കോവിഡും ഗോപാലിനും ഒക്കെ ആക്രമിക്കും, ഒരു സംശയമില്ല. അവിടെ പറഞ്ഞേക്കാണ് പ്ലേഗിൽ നിനക്ക് പങ്കാളിയാകാതിരിക്കണമെങ്കിൽ നീ, അതായത് ഈ പിശാചിന്റെ അധിവാസമായിരിക്കുന്ന ബാബേലിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ കർത്താവിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ സഭയും ബാബിലോണി സഭ തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്ത് പറ്റും? അങ്ങനെ 18:4 വായിച്ചെങ്കിൽ, അതായത് ഈ പ്ലേഗ് പിടിക്കാതിരിക്കണേ ഇതിൽ നിന്ന് ഓടിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്നത് ഏത് സഭയിലാണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണോ, ദൈവവചന പ്രകാരം പോകുന്നതാണോ? അവിടെ വ്യക്തികൾക്കാണോ ഇമ്പോർട്ടൻസ്, അതേ കർത്താവിന് മാത്രമാണോ ഇമ്പോർട്ടൻസ് ഉള്ളൂ? ഇതൊക്കെ നോക്കി നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ ശോധന ചെയ്തില്ലെങ്കിൽ നമ്മൾ വി ആർ പ്രോൺ ടു ഓൾ ദീസ് തിങ്സ്. എവിടെയെങ്കിലും നമ്മൾ പറയും, ചിലപ്പോൾ ആൾക്കാർ പറയാറുണ്ട് എവിടെയെങ്കിലും കൂടി വരണം, കേട്ടില്ലേ? എവിടെയെങ്കിലും ആരാധിച്ചാൽ മതി. ഫറോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈജിപ്തിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതിന് ഫറോൻ ഒരു കുഴപ്പമില്ല, ഉണ്ടോ? ഇല്ല. ഈജിപ്തിൽ നിന്ന് പോകരുത്. ഒരു കാലം ഈജിപ്തിൽ വെച്ചിട്ട് എവിടെ പോയി എല്ലാം ആരാധിച്ചു, ഒരു കുഴപ്പമില്ല. പല ആൾക്കാർക്കും വേണ്ടത് അതാ. കാരണം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഒരു ആരാധന, പിന്നെ നമ്മുടെ ഫിസിക്കൽ നീഡ്സിന് ഒരു ആരാധന, ഇതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നോ പ്രൊട്ടക്ഷൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചത്, അപ്പൊ നമ്മുടെ പെസഹ കുഞ്ഞാടായിട്ടുള്ള കർത്താവ് ബലിയർപ്പിക്കപ്പെട്ടു. ഇനി എന്താ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദുഷിപ്പിന്റെയും. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു പോകുന്നതിനകത്ത് ഇപ്പൊ ഈ കുറെ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, ഒരു കാര്യം പറഞ്ഞില്ല. അതായത് ഈ വീടിന് പുറത്തു പോയാൽ സംരക്ഷണം ഉണ്ടോ? ഇല്ല. ബീനറിയില്ലേ? കുഞ്ഞാടിന് രക്തം തളിച്ചാൽ മാത്രം മതിയോ? നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞേക്കുന്ന പോലെ റെസ്ട്രിക്ഷൻ ഉണ്ട്. വീടിന് പുറത്തു പോകാനുള്ള റെസ്ട്രിക്ഷൻ അന്നുണ്ട്. ഇതിന് പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടാൻ. അന്നും അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ഗവൺമെന്റ് പറയുന്നതല്ല വീടിൽ നിന്ന് പുറത്തു പോകരുത്. വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പ്രൊട്ടക്ഷൻ ഇല്ല. ഓൾമോസ്റ്റ് സിമിലറാ. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു 13, കാരണം നമ്മൾ ഈ ഇതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചിന്തിച്ചല്ലേ പറ്റും. 13 എക്സോഡസ് 12 നമ്മൾ കണ്ടു. അവിടെ ആ രക്തം കളിച്ചാൽ പിന്നെ പ്രശ്നമില്ല. ദെൻ 13 6 തുടങ്ങിയൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കണം. 13:6. 7 ദിവസം വായിക്കും. 7 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7-ാം ദിവസം കർത്താവിനുള്ള ഒരു തിരുനാളായിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണുകയും അരുത്. നിന്റെ ദേശത്ത് എങ്ങും പുളിമാവ് ഉണ്ടാകരുത്. ആ ദിവസം നീ പുത്രനോട് ഇങ്ങനെ പറയുക, ഇത് ഞാൻ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കായിട്ടാണ്. കർത്താവിന്റെ നിയമം നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടാവേണ്ടതിന് ഇത് നിന്റെ കയ്യിൽ പച്ച കുത്തടയാളമായും നിന്റെ നെറ്റിയിൽ സ്മാരകക്കുറിയായി വർദ്ധിക്കട്ടെ. കരുത്തുറ്റ കരം കൊണ്ടത്രേ കർത്താവ് നിന്നെ ഈജിപ്തിൽ നിന്ന് അണിയിച്ചത്. അതുകൊണ്ട് നീ ഈ കൽപ്പന എല്ലാം വത്സരവും നിർദ്ദിഷ്ട സമയത്ത് പഠിക്കുക. കൂടാതെ നിന്നോട് നിന്റെ പിതാക്കന്മാരോട് വാഗ്ദാനം. അപ്പൊ ഇതില് ഒരു കാര്യം പറഞ്ഞേക്കുവാണ്, അതായത് നിന്റെ വീട്ടിൽ എന്തുണ്ടാകാൻ പാടില്ല? പുളിപ്പുള്ള അപ്പം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ അവിടെ കണ്ടു, ഈ 1 Corinthians 5 കണ്ടു. എന്താ പുളിപ്പുള്ള അപ്പം എന്ന് പറയുന്നത്? എന്താ? അതൊന്ന് വായിച്ചു 5:7 വായിച്ചു. നിങ്ങളുടെ ആത്മാപ്രശംസ നല്ല അല്പം പുളിമാവ് മാവ് മുഴുവനെയും പുളിപ്പിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക. നിങ്ങൾ സത്യത്തിൽ പുളിപ്പില്ലാത്തവരാണ്, കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദുഷിപ്പിന്റെയും തിന്മയുടെയും പഴയ പുളിമാവ് കൊണ്ടല്ല,
ആത്മാർത്ഥത്തോടെ ഈ സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിന്നാൻ ആവശ്യം. അപ്പൊ ഇതിനകത്ത് ഈ 12 വേഴ്സ് ഈ എക്സോഡസ് തന്നെ 12 വേഴ്സ് 15 എന്ന് വായിച്ചു. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുക, 1-ാം ദിവസം തന്നെ പുളിമാവ് വീടുകളിൽ നീക്കുക, 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അയാളെ ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളണം. അപ്പൊ ഈ പുളിപ്പുള്ള അപ്പം ഉണ്ടെങ്കിൽ ഇത് ഈ പാസോവർ ഒരു പാക്കേജാ. അതിനകത്ത് കുഞ്ഞാടിന്റെ രക്തം തളിക്കണം, 7 ദിവസം പുളിമാവ് പാടില്ല, 1-ാം ദിവസം 7-ാം ദിവസവും എന്തായിരിക്കണം? തിരുനാൾ എന്ന് പറഞ്ഞേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാല് ആ 2 ദിവസവും ചിന്തിച്ചിട്ടുള്ളതാണ്, ശാബത്താണ്. 2 ദിവസം ശാബത്ത. അതായത് 14-ാം തീയതി പാസ് ഓവർ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പം തുടങ്ങുക, അന്ന് ശാബത്ത. ഈ 7-ാം ദിവസം, ആ 22-ാം തീയതി ശാബത്ത, സ്പെഷ്യൽ ശാബത്ത് എന്ന് പറയും. വായിച്ചാൽ മതി, ലെവിറ്റിക്കസ് 23 ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇസ്രായേൽക്കാർക്ക് സ്പെഷ്യൽ ശാബത്തുണ്ട്. അപ്പൊ 15, 22 ശാബത്താണ്. ദെൻ പുളിമാവ് ഉള്ളവനെ എന്ത് ചെയ്യണം? അപ്പൊ അവന് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ ആത്മാർത്ഥതയും സത്യവും, ഇപ്പൊ ഇത് അതെല്ലാം സിംബോളിക്കാ. പുളിമാവ് നമ്മുടെ വീട്ടിലിപ്പം ഇത് പുളിമാവ് കൊണ്ടുണ്ടാക്കിയ നോ പ്രോബ്ലം. പക്ഷെ എന്താ മെസ്സേജ്? എന്താ? ആത്മാർത്ഥതയും സത്യവും. അതായത് ദൈവവചനത്തോട് ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ല. ഇതൊക്കെ ഒരു പാക്കേജ്. കാരണം ഇതൊരു പാക്കേജാണ്. കുഞ്ഞാടിന്റെ കളിച്ചാൽ മാത്രം മതിയോ? പുളിപ്പില്ലാത്ത അപ്പം ഉള്ളവനെ, പുളിമാവ് ഉണ്ടെങ്കിൽ അവനെ നീക്കിക്കളയും. അപ്പം ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ജീവിച്ചുകൂടെ കർത്താവിന് വേണ്ടി? നമുക്ക് ആത്മാർത്ഥമായിട്ട് സംസാരിച്ചുകൂടെ? നമുക്ക് ദൈവവചനത്തോട് ശരി, നമ്മളൊരു ഡിസൊബീഡിയന്റ് ആയെങ്കിൽ ഡിസൊബീഡിയന്റ് ആയെന്ന് പറഞ്ഞുകൂടെ? അതാ സത്യസന്ധത. ഇപ്പൊ ആ കുഞ്ഞിന്റെ അപ്പം പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ അതാണ് സത്യസന്ധത. അപ്പൊ ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലെങ്കിൽ യു ആർ പ്രോൺ ടു പ്ലേഗ്. കാരണം ഈ പ്ലേഗ് കുഞ്ഞാടിന്റെ രക്തം മാത്രം തളിച്ചാൽ പോരാ, അതിന് പുറത്തു പോകാൻ പാടില്ല. അപ്പൊ ദെൻ ഇതൊരു പാക്കേജാ. 15-ാം തീയതിയും 22-ാം തീയതി എന്താ? ശാബത്തിന്റെ നിഴല. സ്വസ്ഥതയുടെ അതൊക്കെ പോട്ടെ, സ്വസ്ഥതയുടെ നിഴല് നമുക്കിന്നില്ല. കാരണം നമുക്ക് എല്ലാം 7 ദിവസം ഒരുപോലെയാണ്. കർത്താവിലുള്ള സ്വസ്ഥതയുടെ നിഴല. പക്ഷെ നമുക്കിന്ന് ബാധിക്കുന്ന പലതിന്റെ സൈനാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള സയന്റിഫിക്കേഷൻ. അതായത് സയന്റിഫിക്കേഷൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സയന്റിഫിക്കേഷനുള്ളൊരു തേഴ്സ്റ്റ് നമ്മളാരും തികഞ്ഞിട്ടില്ല. നമുക്ക് കൂടുതൽ വിശുദ്ധ ജീവിതത്തിനൊരു ദാഹമില്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഒരു ആഗ്രഹമില്ല, കൂടുതൽ ബെറ്റർ ലൈഫിന് നമുക്കൊരു ആഗ്രഹം ഇല്ലെങ്കിൽ യു ആർ പ്രോൺ. ഈ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല ഈ പാക്കേജിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു സിംബോളിക്കലി നമ്മൾ ലോർഡ് സപ്പർ നമുക്ക്, അപ്പൊ ഈ അപ്പം കർത്താവിന്റെ ശരീരത്തിലുള്ള കൂട്ടായ്മയുടെ നിഴലാണ്, മുന്തിരിച്ചാറ് ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള കൂട്ടായ്മയുടെ നിഴലാണ്. ആൻഡ് ബൈബിൾ സേസ് ഇറ്റ്സ് എ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ആൻഡ് ഇത് കപ്പ് ഓഫ് ബ്ലെസ്സിങ് ആണ്. അപ്പൊ ഇതുവഴി സിംബോളിക്കലി, ഈ സിംബോളിസത്തിന് ബൈബിളിൽ ഭയങ്കര മീനിങ് ഉണ്ട് അല്ലേ? മെനി ടൈംസ് സിമ്പിൾ ആക്ച്വൽ അല്ല, പക്ഷെ ആക്ച്വലിന്റെ വാല്യൂ പല സ്ഥലത്തും ദൈവം കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ കത്തോലിക്ക പാരമ്പര്യ സഭകളിലൊക്കെ ഇത് ആക്ച്വലാന്ന് ചിന്തിക്കാൻ കാരണം. എന്നും സിമ്പിളാണ്, പക്ഷെ സിമ്പിളിന് മെനി ടൈംസ് ആക്ച്വലിന്റെ വാല്യൂ ആണ്. ഉസാബോയി പേടകത്തല തൊട്ടെ കരിവേലത്തടിയാ, പക്ഷെ ആള് മരിച്ചുപോയി ഇല്ലേ? ലോർഡ് സപ്പർ ഇത് അപ്പവും വീഞ്ഞോ, പക്ഷെ ഇത് പോയി സിംബോളിക്കലി കർത്താവിനോടുള്ള അയോഗ്യമായിട്ട് ഇത് പങ്കെടുത്താല് പാപം ആർക്ക് എന്തിനെതിരെയാ? നോ, ബൈബിളിന്റെ വേർഡ് പറ. പാപം എന്തിനെതിരെയാ? എന്താ സോണിയ? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പണ്ടൊരു കൊച്ചിനോട് ചോദിച്ച പോലെ നോ, ക്രിസ്തുവിന്റെ ശരീരത്തിനും ഇത് ശരീരത്തിന്റെ നിഴല, ഇത് ബ്രെഡ് തന്നെയാണ്, ഇത് രക്തത്തിന്റെ നിഴലാണ്. പക്ഷെ എടുത്തു നോക്കുന്നത് വായിച്ചേ പറ്റൂ. കാരണം ഇതൊക്കെ ഇങ്ങനെ അറിയാതെ പോയി എനിക്ക് ശരിയാണ്. അവിടെ പോയി അവസാനിക്കും നമ്മള്. സെന്റൻസ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യമായ വിധത്തിൽ കർത്താവിന്റെ ഭക്ഷിക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അയാൾ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെയുള്ള അതിക്രമം. അല്ല, കർത്താവിനെതിരെ നമ്മൾ ജനറൽ ആയിട്ട് അങ്ങനെ പറഞ്ഞ പോലെ യു ഹാവ് ടു ബി സ്പെസിഫിക്. അപ്പൊ പാപം എന്തിനെതിരായിട്ടാ? കർത്താവിന്റെ ശരീരത്തിനും രക്തം. ഇത് ബ്രെഡ് തന്നെയാണ്, പുളിച്ച ബാവുമോ ഇത്, നോ പ്രോബ്ലം. പക്ഷെ ഇതിനോട് അയോഗ്യമായിട്ട് പങ്കെടുക്കുമ്പോൾ പാപം പോകുന്നത് എങ്ങോട്ടാ? കർത്താവിന്റെ ശരീരത്തിനെതിരായിട്ടാ. ഇതൊരു സീരിയസ് കേസാ. കർത്താവിന്റെ ശരീരത്തിനെതിരെ പാപം ചെയ്തിട്ട് ഇവിടെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മരിച്ചു പോയത്. നമുക്ക് ഭൂമി മനുഷ്യ മക്കൾക്ക് വസിക്കാനായിട്ട്
ദൈവം നൽകിയതാ. ഇത് ഈ കുടികിടപ്പാ ഇവിടെ. ഈ കുടികിടപ്പുകാരൻ യജമാനെതിരെ തലതിരിഞ്ഞ് എന്താ ഉണ്ട്? കുടികിടപ്പെന്ന് പറഞ്ഞാൽ അറിയാം. കുടികിടപ്പുകാരൻ ഓണറിനെതിരെ തിരിഞ്ഞ് എന്തോ ചാടിച്ചു കൊടുക്കും. നമ്മളിവിടെ കുടികിടപ്പുകാരാ. ഭൂമി മനുഷ്യ മക്കൾക്ക് വസിക്കാനായിട്ട് ദൈവം കൊടുത്തേക്കുന്നു. എവിടെയാ റെജി എഴുതിയേക്കുന്നത്? പറയാം. ഇത് മനുഷ്യർക്ക് വസിക്കാനായിട്ട് കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ കുടികിടപ്പുകാരാ, നമുക്കിവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ലെവിറ്റിക്കസിൽ എഴുതിയിട്ടുണ്ട്, ഭൂമി ശാശ്വതമായിട്ട് ആർക്കും കൈമാറ്റം ചെയ്യരുത്. റീസൺ എന്താ പറഞ്ഞിരുന്നത്? ഭൂമി ദൈവത്തിന്റെ. റെജി എഴുതിയിട്ടുണ്ട്. റെജി ഒരു സ്ഥലം നാട്ടിലുണ്ട്, വീട് വെച്ചിട്ട് സ്ഥലമുണ്ട്. എനിക്ക് പറയാറില്ല എനിക്ക് ഇത്ര സെന്റ് സ്ഥലമുണ്ടെന്ന്. ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? സോണി പറയാറില്ലേ നാട്ടിൽ എനിക്ക് വീടുണ്ട്, വീടും ചുറ്റുപാടും സ്ഥലമുണ്ട്, എനിക്കുണ്ട്, മനസ്സിരുന്നാൽ മതി. അയച്ചു നോക്കി ലെവിറ്റിക്കസ് 25 25-23 ബീനെന്ന് വായിച്ചു. നിങ്ങളൊക്കെ സ്ഥലവും ഒക്കെ ഉള്ളവരാണെങ്കിലും വായിക്കും. നമുക്ക് പിന്നെ ഒന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ അത് ഭൂമി ആരുടെ? ഇപ്പൊ സോണിക്കുള്ള വീട് ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഇപ്പം കാനിങ്ങില്ല. ആരുടെ വീട്? ആരുടെ? എന്നാലും പറയാറില്ല ആരോടെങ്കിലും ഞങ്ങളൊരു വീട് വെച്ചെന്ന് പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് സിഡ്നിക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പുതിയ വീട് വെച്ചു, ഇതിലേക്ക് മാറി. അനുസരിച്ചാൽ മതി. ഒരു വീടും വെച്ചിട്ടില്ല. നാളെ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അന്ന് പോയേ പറ്റൂ. ഇല്ലേ? അത് അവിടെ ശാശ്വതമായിട്ട് അവിടെ കിടക്കാൻ പറ്റുമല്ല. ഇനിയിപ്പോ നമ്മൾ പാടുകെട്ടുണ്ടാക്കിയതാ. മരിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പറയും ഈ എന്റെ ഡാഡി ഒത്തിരി പാടുകെട്ടുണ്ടാക്കി, അതുകൊണ്ട് ഡാഡിയനെ എന്താണെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഡീപ് ഫ്രീസർ വാങ്ങിച്ച് അതിനകത്ത് വയ്ക്കുമോ? ഇത്രേ ഉള്ളൂ. എന്താ ആരും ചിരിക്കുന്നത്? നിങ്ങൾ ഡീപ് ഫ്രീസർ വയ്ക്കുമോ അപ്പനെ അമ്മനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്? ആരും വയ്ക്കില്ല. ഭൂമി എന്റേതാണ് ഇത്. അതുകൊണ്ട് ഭൂമി ആരുടെ? അതുകൊണ്ട് ഞാൻ ഇത്ര സ്ഥലം മേടിച്ചെന്നൊന്നും പറയണ്ട. ആർക്കും ഒരു സ്ഥലവും ഇല്ല. ഭൂമി കർത്താവിൻ്റെതാണ്. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത് സിംബോളിക്കാണ്. ബട്ട് പാപം എങ്ങോട്ടാ പോകുന്നത്? കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്ത് ഓരോരുത്തരും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ ദൈവം കൊന്ന് റിമൂവ് ചെയ്ത്. സോ സിംബോളിക്കാണ്. ബട്ട് വി ആർ ടു have the reverence in our heart towards, not towards this blood, towards the body of the Lord, towards the blood of the Lord. അതുകൊണ്ട് ഇതിനൊരു വസ്തുമാറ്റവും ഇല്ല. ഇത് നമ്മളൊരു പർപ്പസ് കൺവേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയിരിക്കുന്ന സാധനത്തിന് ഒരു മെസ്സേജും ഇല്ല. ആൾക്കാർ പറഞ്ഞ് അപ്പം ബാക്കിയിരിക്കുന്നതിന് ഒരു മെസ്സേജ് ഉണ്ട്. ലോക സുവിശേഷം ഇതൊന്നും ഒരു മെസ്സേജ് ബൈബിളിലുള്ള മെസ്സേജ് ഒന്നുമല്ല. ഇത് ബാക്കിയിരിക്കുന്ന അപ്പത്തിന് ഒരു മെസ്സേജും ഇല്ല. വേണേ തിന്ന് തീർക്കാം. ബട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ ഓഫ് ദി ബോഡി ഓഫ് ദി ലോർഡ് വിച്ച് വാസ് ബ്രോക്കൺ ഫോർ us. പാവന ശരീരം, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ശരീരം, കർത്താവിന്റെ ശരീരം. ആ ശരീരം തന്നെ ഇന്നും സ്വർഗത്തിയിരിക്കുന്നത് അല്ലേ? ഡീക്കേ ചെയ്തിട്ടില്ല. കഴിയാത്ത ശരീരം. അപ്പൊ നമുക്ക് നമ്മൾ തന്നെ ശോധന ചെയ്യാനായിട്ട് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. കർത്താവേ, കുഞ്ഞാടിന്റെ രക്തം, കുടിപ്പില്ലാത്ത അപ്പം അവരുടെ കൂട്ടത്തിലില്ലായിരുന്നു. അവരുടെ ശാപത്ത്, അവരുടെ കണ്ടൻമെന്റ്, അവരുടെ വിശ്വാസം, അതെല്ലാം എല്ലാ ബാധകളിൽ നിന്നും അവരെ രക്ഷിച്ചതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും ഈ ലോകത്തിന് ഭീതികരമായിട്ടുള്ള ഈ ബാധയിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല എന്നുള്ള കർത്താവിന്റെ വാക്കുകളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റും അവിടെ തീമതിലായിട്ടുണ്ടല്ലോ കർത്താവെ, അതിനെ അതിജീവിക്കാൻ ഒരു ജീവിക്കും. കർത്താവെ, അവര് യാത്രയിൽ തളർന്നപ്പോൾ കർത്താവെ അവിടെ നിന്നൊരു ജീവിയെ അയച്ചു. വേറൊരു സ്ഥലത്ത് കർത്താവ് കടന്നലിനെ അയച്ചു. വേറൊരു സ്ഥലത്ത് കർത്താവ് വൈറസിനെ അയച്ചു. കർത്താവ്, ഇതെല്ലാം ദൈവത്തിന്റെ വെപ്പൺസ് ആണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളെ സംരക്ഷിക്കണം. ഈ അപ്പത്തിനായിട്ടും മുന്തിരിച്ചാറിനായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റു. കർത്താവ് ആശീർവദിക്കണം. കർത്താവിന്റെ ശരീരത്തോട് റെവറൻസോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പാപത്തിന് വേണ്ടി അവിടുന്ന് യാഗമായല്ലോ കർത്താവെ. ഞങ്ങളുടെ രോഗത്തെ രക്ഷിക്കാൻ അവിടുന്ന് യാഗമായല്ലോ കർത്താവെ. ശാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവിടുന്ന് യാഗമായല്ലോ കർത്താവെ. സഹായിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളെ ഈ ദൈവം ആഗ്രഹിക്കുന്ന റെവറൻസോടുകൂടി ജീവിക്കാൻ സഹായിക്കണം. ഈ മുന്തിരിച്ചാറിനായിട്ടും അപ്പത്തിനായിട്ടും നന്ദി പറയുന്നു കർത്താവെ. എന്നെ ആശീർവദിക്കുന്നു. ക്രിസ്തു യേശു മുഖാന്തരം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, അവിടുന്ന് കേട്ടതിലാണ്. പാഠപുസ്തകത്തിലെ 418 പാട്ട് പാടുന്നത് 418. ഞാനെന്തുള്ളൂ
യേശുപരാ ഞാനെന്തുള്ളൂ 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 യേശുപരാ എന്തുള്ളൂ യേശുപരാ രക്തത്തിൻ തുള്ളികൾ ഓരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മാറുവീരയാ ഞാനെന്തുള്ളൂ 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 യേശുപരാ ഇത്രയേ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ യേശുപരാ യൂതന്മാർ ഹിംസ ചെയ്തു നിന്നെ എത്രയോ നീ പിടഞ്ഞു വേദനയതാ അതും നിന്മേൽ കല്ലോ രക്ഷക ഞാനെന്തുള്ളൂ 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 യേശുപരാ ഇത്രയേ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ യേശുപരാ. കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ ദൈവമേ, കർത്താവിൻ്റെ ശരീരം, കർത്താവിൻ്റെ രക്തം, അത് ഞങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധമായിട്ട് നൽകാനുമാണല്ലോ കർത്താവ് എന്ന്. കർത്താവെ, എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ നാശങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ രക്ഷിക്കണം. ഒരു പ്ലേഗ് ഞങ്ങളുടെ കൂടാരത്തെ ബാധിക്കാതെ അവിടെ നിന്ന് സംരക്ഷിക്കണം. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്ന പിതാവെ അവിടെ നിന്ന് കേട്ടെല്ലാം നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ ഇതിൻ്റെ ഈ നിയമങ്ങൾ നമുക്ക് എക്സാക്ട്ലി അറിയത്തില്ല. അപ്പോൾ എന്നാണല്ലോ നാളെ ആകുമ്പോഴത്തേക്കും ക്ലിയർ പിക്ചർ കിട്ടും. പിന്നെ ഗവൺമെൻറ് വിലക്കേക്കുവാണെങ്കിൽ വിൽ കൺഫൈൻ ടു അവർ പ്ലേസസ്. പ്രാർത്ഥിക്കാൻ ഏറ്റവും വേഗം കൂടി വരാനായിട്ട്, കാരണം കൂടി വരുന്നതല്ലേ നമുക്കൊരു ഐശ്വര്യം. പ്രാർത്ഥന വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്ക് ശ്വാസമുട്ടും വയറിന് നാളെ തന്നെ വീട്ടിൽ ഇരുന്നാണ് വർദ്ധിക്കുന്നത്. ശരിയായി കാലിന്റെ പറയുന്നത് അമ്മയ്ക്ക് ജോലിയിൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ജോലിയിൽ ചേഞ്ചസ് നടക്കുന്നു. എല്ലാവരുടെയും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ നമുക്ക് ജനറലായിട്ട് ഓക്കെ. കർത്താവ് നമ്മൾ നിലനിർത്തുമ്പോൾ ജോലി ഈ ഒരു ഫ്ലക്ച്വേഷൻ വന്നാലും ജോബ് കണ്ടിന്യൂ, അതിനകത്ത് പ്രോബ്ലം ഒന്നും വരില്ല. പിന്നെ പ്രാർത്ഥന ആര് പറഞ്ഞോണ്ടെന്ന് ഒക്കെ മാറിക്കോളും. വിശ്വാസത്താലും ദീർഘക്ഷമയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. നമ്മളെപ്പോഴും ഇമ്മീഡിയറ്റ്ലി ആൻസർ കിട്ടണം. ഇല്ല, അങ്ങനെയല്ല. ജോലി ഇത് വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും ദൈവത്തിനും പഠിക്കാൻ ദൈവത്തിന് സമീപിക്കാൻ.
പണ്ടൊരാള് പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കാൻ ഉത്സാഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ടോപ്പിക്കാണ് എന്തുകൊണ്ടില്ല, എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് സിമിലർ വേർഡുകളാണ്. ഭക്ഷണമൊക്കെ ഇരിക്കുന്നുണ്ട്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഈ കഷായം പറഞ്ഞു പിള്ളേർക്ക് അറിയില്ലേ, ആയുർവേദ കഷായം കുടിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ബട്ട് വി ആർ ഡ്രിങ്കിങ് ഇറ്റ്. ഇറ്റ്സ് ബിക്കോസ് യു നീഡ് ഇറ്റ്. സെയിം വേ ഈ കർത്താവിന്റെ എല്ലാ കാര്യത്തിനും നമ്മുടെ ജഡമെതിരാണ്, എല്ലാ കാര്യത്തിനും എതിരാണ്. കാരണം ആത്മാവിന്റെ ഇംഗിതത്തിനെതിരെ ജഡം. അതായത് ഓൾ സ്പിരിച്വൽ കാര്യങ്ങൾക്കും നമ്മുടെ ജെന്യുവൻ നേച്ചർ ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടെൻഡൻസിയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മൾ കഷായം കുടിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബൈബിൾ വായിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ ഉത്സാഹം എടുക്കണം. അപ്പൊ ഞാൻ എനിക്ക് മടിയാന്നല്ല പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പിള്ളേരെ എസ്പെഷ്യലി ഉത്സാഹം എടുത്തില്ലേ ഇല്ല, പിള്ളേരെ ആരും ഒന്നും ഉത്സാഹിപ്പിക്കൊന്നുമില്ല. ഡോക്ടർ ജിനിയുടെ ഓൺലൈൻ ടീച്ചിങ് നമ്മള് മിക്കനെ എവിടെ പോയി? ഞാനവിടെ ഒരു പ്രാർത്ഥന വിഷയം പറയാട്ടോ. ഞാൻ ഇതിന് ബാക്കി പോയതുകൊണ്ട് അവിടെ ഈ ഒച്ച പോകത്തില്ല. പിന്നെ പ്രാർത്ഥന വിഷയങ്ങള് പിന്നെ നമ്മുടെ ഇത് നമുക്ക് ഈ ചർച്ച് മീറ്റിംഗ് ദൈവം ഇത് റിയലി ബാൻഡാണോ എന്ന് അറിയില്ല, ക്ലിയർ പിക്ചർ നാളെ കിട്ടത്തുള്ളൂ. കർത്താവിന്റെ സമയം നോക്ക്, ദൈവം ഗ്ലോബലായിട്ട് എല്ലാ ചർച്ചയായും ബാൻ ചെയ്തേക്കുന്ന നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ഈ പാട്ടിന്റെ ശബ്ദത്തിൽ തന്നെ നോക്ക്, കർത്താവ് അറിയാതെയാണ് ഇപ്പൊ ഈ ലോകത്തിലെ എല്ലാ ചർച്ചസും സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ദൈവം സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ നോക്ക്, നമുക്കറിയില്ല ഇതൊക്കെ. ഈ ലോകത്ത് അന്തിക്രിസ്തു വരരുതെന്ന് പ്രാർത്ഥിച്ചാൽ അന്തിക്രിസ്തു വരാതിരിക്കും. അതുപോലെയുള്ളൂ ഇതൊക്കെ ദൈവത്തിന്റെ സ്പെസിഫിക് പ്ലാൻ ആൻഡ് പർപ്പസ്. ബാധകള്, ക്ഷാമങ്ങള്, ഇതെല്ലാം നോക്കി. ഇത് ഫസ്റ്റ് ടൈം ഒരു ഗ്ലോബൽ ഫിനോമിന ഉണ്ടാകുന്നത്. കാരണം ഗ്ലോബൽ ഫിനോമിനകളിൽ വരാനിരിക്കുക കർത്താവിന്റെ വരവ്. ഇത് സ്റ്റാർട്ടിങ് ഒരു സംശയമില്ല. ഭയങ്കര കർത്താവ് വരും എന്നുള്ള എന്താ വലിയൊരു യാഥാർത്ഥ്യം, ഒരു നടുക്കം ഉണ്ടാക്കുന്ന ഒരു യാഥാർത്ഥ്യം അല്ലേ. കാര്യം പ്രാർത്ഥന വിഷയമുണ്ടോ? പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റവും വേഗം എന്തെങ്കിലും കൂട്ടായ്മ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. കാരണം ബൈബിൾ പറഞ്ഞ അനുദിനം പ്രോത്സാഹിപ്പിക്കണം എന്നാണ് അല്ലേ. അപ്പൊ അനുദിനം നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക് കണ്ടുമുട്ടിയാല് ലോകത്ത് മുഴുവൻ അല്ലേ, എല്ലാവരുടെ എല്ലാ പരിപാടികളും അഫക്ട് ചെയ്തിട്ട് എന്തോ ഒരു സംഭവമാണ്. നമുക്ക് പാട്ട് പാടി പ്രാർത്ഥിക്കാം. പാട്ട് പുസ്തകത്തിലെ 692 എനിക്കേശുണ്ടേ മരുവിൽ എല്ലാമായിരുന്നു ഞാനാകുലനായിടുവാ മനമേ കാര്യമില്ല ഞാനാകുലനായിടുവാ മനമേ കാര്യമില്ല ദിനവും നിനക്കവൻ മതിയാ ദിനവും നിനക്കവൻ മതിയാ എനിക്കേശുണ്ടേ മരുവിൽ
കടും ശോധന വേളയിലും പാടിയൻ മനമാശ്വസിക്കും. കടും ശോധന വേളയിലും പാടിയൻ മനമാശ്വസിക്കും. നേടും ഞാനതിരനുഗ്രഹങ്ങൾ, നേടും ഞാനതിരനുഗ്രഹങ്ങൾ. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. എന്നോടെ നാടുകളിൽ പരമേശുവെ സേവിച്ചു ഞാൻ. പാരിലെന്നോടെ നാടുകളിൽ പരമേശുവെ സേവിച്ചു ഞാൻ. കരഞ്ഞെന്നു വിതച്ചിടുന്നു, കരഞ്ഞെന്നു വിതച്ചിടുന്നു. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. മണ്ണിലെവിടെയും കീർത്തിക്കണം, മണ്ണിലെവിടെയും കീർത്തിക്കണം. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. നീരുമെന്നോടെ വേദനകൾ മാറും ഞാനെന്നു ചെന്നിടുമ്പോ. നീരുമെന്നോടെ വേദനകൾ മാറും ഞാനെന്നു ചെന്നിടുമ്പോ. മാറിൽ ചേർത്തു കണ്ണീർ തുടയ്ക്കും, മാറിൽ ചേർത്തു കണ്ണീർ തുടയ്ക്കും. എനിക്കേശുവുണ്ടീ മരുവിൽ, എല്ലാമായെന്നുമെന്നരികിൽ. പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ മുഖത്തോട്ട് നോക്കുന്ന കർത്താവേ, ദാസൻ യജമാന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെ, ദാസി യജമാനത്തിയുടെ മുഖത്തേക്ക് നോക്കുന്ന പോലെ അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ. കർത്താവെ, ഞങ്ങൾക്ക് കൂടി വരുവാൻ കർത്താവ് ഏറ്റവും വേഗം അനുവദിക്കണം. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നത്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടി കർത്താവിൻ്റെ ശക്തി സന്നിഹിതമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഏകശരീരമായിട്ട് കൂടുന്നതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, സമാധാനം. അതാണല്ലോ ഞങ്ങളുടെ സ്വർഗം. കർത്താവെ, അവിടെ ഞങ്ങളോട് കരുണ കാണിക്കണം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അങ്ങയുടെ കരുത്തിലോട്ട് സമർപ്പിക്കുന്നു. സോണിയ പറഞ്ഞ പ്രാർത്ഥന വിഷയം, കർത്താവെ ശ്വാസം മുട്ടൽ, കർത്താവെ സൗഖ്യം നൽകണം. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ രോഗസൗഖ്യമുണ്ടല്ലോ കർത്താവെ. വിശ്വാസത്താലും ദീർഘക്ഷമയാലും എല്ലാം പ്രാപിക്കുവാൻ പ്രിയ സോണിയെ സഹായിക്കണം. ആ വയറിനുള്ള അസുഖം കർത്താവെ മാറ്റണം, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ അമ്മയ്ക്ക് ചുമയാവുന്ന കേട്ടിൽ കർത്താവെ സൗഖ്യം നൽകണം. ചേച്ചി പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങളെ കരുത്തിലോട്ട് സമർപ്പിക്കുന്നു. വർക്കിംഗ് ഫ്രം ഹോം ഏറ്റവും ഇഫക്റ്റീവായിട്ടും ഏറ്റവും ഐശ്വര്യമായിട്ട് പോകാൻ കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകണം. കാലിൻ്റെ വേദനയെ കർത്താവെ കംപ്ലീറ്റ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീജ പറഞ്ഞു ജോലിയുടെ കാര്യം അങ്ങ് ഫലമേൽപ്പിക്കുന്നു. ജോസിന്റെ ജോലി കർത്താവെ അത്ഭുതകരമായിട്ട് അവിടുന്ന് പ്രൊവൈഡ് ചെയ്തല്ലോ. എല്ലാവർക്കും ജോലി നഷ്ടപ്പെടുന്നതിന്റെ മധ്യത്തില് കർത്താവെ അവിടുന്ന് ജോലി നൽകിയത് ഓർത്ത് അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അതിനെ കാവൽ ചെയ്യണം, സൂക്ഷിക്കണം. കർത്താവ് പ്രിസർവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേഹിക്കുള്ള ശാരീരികമായിട്ടുള്ള ബ്ലഡിന്റെ ഒക്കെ കർത്താവെ അവിടെ നിന്നാണല്ലോ ശരീരം മെനഞ്ഞത്. എന്താണ് കുറവ് കൂടുതൽ എന്നൊക്കെ അവിടെ നിന്ന് അറിയുന്നല്ലോ കർത്താവെ. എല്ലാം അവിടുന്ന് അത്
പെർഫെക്റ്റ് ആക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സോണിയുടെ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം ദൈവമേ. വിശ്വാസത്താലും ദീർഘക്ഷമയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികളാകുക എന്ന് എഴുതിയിരിക്കുന്ന ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവിടെ നൽകാതിരിക്കുന്ന പ്രശ്നമില്ലല്ലോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് വിശ്വാസത്താലും ദീർഘക്ഷമയാലും സൗഖ്യം പ്രാപിക്കുവാൻ സഹായിക്കണം. ബീനയ്ക്ക് നൽകിയ സൗഖ്യത്തിനായിട്ട് സ്തോത്രം. നന്ദി കർത്താവെ. 26 വർഷമായിട്ടുണ്ടായിരുന്ന രോഗം കർത്താവ് സൗഖ്യമാക്കിയല്ലോ. ദൈവമേ, ഞങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ 38 വർഷം തളരാതെ രോഗിയുടെ രോഗം സൗഖ്യമാക്കി അതേ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇന്നും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകരിക്കുന്ന നന്ദി അറിയിക്കുന്നു കർത്താവെ. സജി പറഞ്ഞ പ്രാർത്ഥന വിഷയം ഞങ്ങളുടെ കർത്താവോട് സമർപ്പിക്കുന്നു. സമയം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തക്കത്തിൽ ഉപയോഗിക്കാൻ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ദുഷ്കാലമായിരിക്കാലും കർത്താവെ, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പ്രിയാജിയെ സഹായിക്കണം. എനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണം കർത്താവെ. കരുണ കാണിക്കണം. വീണ്ടും ശക്തി പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കർത്താവെ ദൈവം സഹായിക്കണം. ഈ ദൈവത്താൽ എല്ലാം സാധ്യമാണല്ലോ. വിശ്വാസത്താൽ എല്ലാം നേടുവാൻ സഹായിക്കണം. ഇനിയുടെ കോഴ്സിന്റെ കാര്യം അങ്ങേ ഫലമേൽപ്പിക്കുന്നു. കൃത്യസമയത്ത് തുടരാനും എല്ലാം കർത്താവെ അങ്ങയുടെ കാര്യത്തിലൂടെ ഫലമേൽപ്പിക്കുന്നു. അവിടുന്ന് ഏറ്റവും നന്മയായിട്ടുള്ളതും ഏറ്റവും വയസ്സായിട്ടുള്ളതും അവിടുന്ന് ചെയ്യണം. അവിടുത്തെ വിജ്ഞാനമുള്ള കർത്താവ് ഏറ്റവും വലിയ വിജ്ഞാനം ഞങ്ങളെല്ലാം അങ്ങയുടെ കാര്യത്തിലൂടെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ പഠിക്കുന്ന പിള്ളേരെ, ജോലിയുള്ളവരെ എല്ലാവരെയും അങ്ങയുടെ കാര്യത്തിലൂടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യവർഗത്തോട് അവിടുന്ന് കരുണ കാണിക്കണം. ഈ ലോകത്തിലുള്ള എപ്പിഡമിക് ഇന്ന് കർത്താവെ കർത്താവ് കരുണ കാണിക്കണം, രക്ഷിക്കണം. കർത്താവിന്റെ കരം അവിടുന്ന് പിൻവലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറുസലേമിനെ നശിപ്പിക്കാൻ ആ ദൂതൻ കൈ ഉയർത്തിയപ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നിയെന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവെ, അവിടുന്ന് മനസ്സലിവ് കാണിക്കുന്ന രാജ്യങ്ങളെ കർത്താവെ മനുഷ്യവർഗത്തോട് ഒന്നുകൂടി അവിടുന്ന് ക്ഷമിക്കണമേ, ഒരവസരം കൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുണ കാണിക്കണം, മനസ്സലിവ് കാണിക്കണം. ഞങ്ങളെല്ലാം താഴ്ത്തുന്ന എല്ലാവരുടെയും ജോലിയെ അവിടുന്ന് പ്രിസർവ് ചെയ്യണം, ആരോഗ്യത്തെ പ്രിസർവ് ചെയ്യണം. കർത്താവ്, ഈ ബാധയൊന്നും ഞങ്ങളുടെ ആരുടെയും ഭവനങ്ങളിൽ പ്രവേശിക്കാതെ കൂടാരത്തെ സമീപിക്കാതെ കാവൽ ചെയ്യണം. ദൂരത്തായിരിക്കുന്ന ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടിങ്കുവിനെയും ലിനറ്റിനെയും കർത്താവെ അവിടുന്ന് സംരക്ഷിക്കണം. ജോജോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദി എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഗ്ലോബൽ ഫിനോമിന, ഗ്ലോബൽ പ്രോബ്ലം ആണുള്ള കർത്താവ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഏറെ താഴ്മയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. പിതാവെ, അവിടുന്ന് കേട്ടറിയാറുണ്ട്.